മുന്നേ വർക്ക് ചെയ്തിരുന്നു. ഓക്കെ CMAക്ക് വേണ്ടിയിട്ടൊരു ബ്രേക്ക് എടുത്തതാണ്. അപ്പൊ ഓക്കെ ഒരു ഓക്കെ സെക്ഷൻ കഴിഞ്ഞിട്ട് ഇനി ഒരു സെപ്റ്റംബർ നവംബറിലൊക്കെ വീണ്ടും ജോയിൻ ചെയ്യണമെന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത് സുബിത. എൻകോം ചെയ്തതാണ്. എംകോം ചെയ്തതാണ്. ഓക്കെ 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 ആ ഓക്കെ. അടുത്ത ഹായ് സർ, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. ഞാൻ ഗുഡ് സുബിത. ഈവനിങ്. ഓക്കെ നാട്ടില് പാലക്കാടാണ്. ഇപ്പൊ ഓക്കെ ഖത്തറിലാണുള്ളത്. ഓക്കെ ഞാനൊരു ലോങ് ബ്രേക്കിന് ശേഷമാണ് സ്റ്റഡീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് 22-23 ഇയേഴ്സിന് ശേഷമാണ് ചെയ്യുന്നത്. ഓക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് വർക്കിംഗ് ചെയ്യുന്നില്ല. ഹോം മേക്കർ ഓക്കെ തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് 2 സെക്ഷന് കംപ്ലീറ്റ് ചെയ്തിട്ട്? വലിയ കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ആ പഠിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? പഠിക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. റേഷ്യോ കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടാണ്. മറ്റേത് ഇൻവെസ്റ്റ്മെന്റ് ഇത് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഗുഡ് ഈവനിങ് സർ, എൻ്റെ പേര് ആരാധന. ഞാനിപ്പോ ഓക്കെ BCom ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. ഓക്കെ ഞാൻ ഇപ്പോൾ നാട്ടിൽ തന്നെയാണ്. ഒരു ഓക്കെ ഗവൺമെന്റ് കോളേജ് SM കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ആൾ പറഞ്ഞോളൂ. ഹലോ സർ, ഞാൻ ശിവാനി നായർ. ഓക്കെ BVN ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പഠിക്കുന്നത്. BCom ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് എല്ലാവർക്കും? ഫസ്റ്റ് 2 സെക്ഷൻ ഓക്കെ ആണെന്നുള്ള ഏകദേശം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? ഓക്കെ. CMA എന്നുള്ളത് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിൽ കോളേജിൽ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ കോളേജും രണ്ടും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. എല്ലാവരും പ്രോപ്പറായിട്ട് ഇതിൻ്റെതായിട്ടുള്ള ഒരു പ്രോപ്പർ ടൈമൊക്കെ വെച്ച് പ്രോപ്പറായിട്ടുള്ള നോട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തരുന്ന ഏറ്റവും ബെസ്റ്റ് നോട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അത് റെഫറൊക്കെ ചെയ്ത് പിന്നെയും നമ്മൾ വേറൊരാളിൽ നിന്ന് കിട്ടുന്നതിലേറെ നമ്മൾ തന്നെ പല സോഴ്സും ഉണ്ട് നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോക്ക് മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിളിൽ പല മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഉപരി കൂടുതലായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും റെഫർ ചെയ്തിട്ട് അതും മാക്സിമം നോളജ് എടുക്കാൻ നോക്കുക. ഓക്കെ, എന്ത് സോഴ്സിൽ നിന്നാണെന്നുണ്ടെങ്കിലും മാക്സിമം നോളജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടുള്ളതല്ലേ? ബേസിക്സ് ക്ലാസ് കാര്യങ്ങളൊക്കെ. യെസ് സർ. ഒരു മിനിറ്റ്. സർ, സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോണം. ഞാൻ ആ ഓക്കെ. കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലചന്ദ്രൻ സാറിന്റെ അടുത്ത്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇപ്പം എനിക്ക് 6 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 8:30ക്കാണ് ക്ലാസ് എനിക്ക് തുടങ്ങുന്നത്. അപ്പൊ ഓക്കെ ഞാനൊരു 5:45 ആവുമ്പോൾ ഇന്ന് ഇറങ്ങും. ഓക്കെ ചൊവ്വാഴ്ചയും 3 ദിവസമാണ് ആഴ്ചയിൽ. ഇപ്പൊ ഒരു പ്രോഗ്രാം വരണോണ്ടാണ് 3 days ക്ലാസ്. അല്ലെങ്കിൽ ഒരു ദിവസം ഓഫ്ലൈനും ഒരു ദിവസം ഓൺലൈനുമാണ്. ഓക്കെ അപ്പൊ അത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു മാസം ടൈം ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. മാക്സിമം ക്ലാസ് ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇനി അതിന് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ടൈം ഷെഡ്യൂൾ നിങ്ങൾ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ ആക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. എന്നാലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മാക്സിമം ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇനി നാളെ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സർ? നാളെ 6 പ്രയാസാവോ? 6:30 ഒക്കെ ഓക്കെ അല്ലേ? 6:30 ഒക്കെ ഓക്കെ അല്ലേ? അല്ല, 6:30 എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടിയിരുന്നു. ഓക്കെ അല്ല, ഓക്കെ 6:30ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാഫ് ആൻ അവർ ക്ലാസ് മിസ്സാവും. ഓക്കെ. ലാസ്റ്റ് ഹാഫ് ആൻ അവർ അല്ലേ? ലാസ്റ്റ് ഹാഫ് ആൻ അവർ ക്ലാസ് എനിക്ക് മെയില് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയാൽ എനിക്ക് ഉപകാരമായിരുന്നു. കാരണം പ്രോഗ്രാം വരുന്നോണ്ടാണ്, അല്ലെങ്കിൽ പ്രയാസമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അതങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാർ ത്രൂ അറിയിക്കും. ഓക്കെ സർ, എനിക്കിവിടെ നെറ്റ് സ്ലോ ആയിരുന്നു. എനിക്ക് പകുതി കേൾക്കാൻ പറ്റിയില്ല. എന്തായിരുന്നു പറയണ്ടായിരുന്നു? അല്ല, ജസ്റ്റ് ക്ലാസ്സിന്റെ ടൈം ഷെഡ്യൂളിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഇത് ചെയ്തിട്ടോ. ഓക്കെ,
കൂടുതലായിട്ടൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, അല്ല സർ, അത് ടൈം 7 to 9 ആണോ അതോ മാറിയോ? ഓരോരുത്തരുടെ കൺസേൺസിനനുസരിച്ചിട്ട് നമ്മൾ ചിലപ്പോ 6 to 8 ആവാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അത് നിങ്ങളെ പ്രോപ്പറായിട്ട് സാർ ത്രൂ അറിയിക്കും. ഓക്കെ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം പ്രോപ്പറായിട്ട് ടൈം സാർ ത്രൂ അറിയിക്കുന്നതാണ്. ഓക്കെ ഓക്കെ സർ. ഓക്കെ. എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പോ നമ്മൾ ഫസ്റ്റ് എന്താണ് സെക്ഷൻ സി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് 1 by 1 ആയിട്ട് പോകാം. സെക്ഷൻ സി, ഡിസിഷൻ അനാലിസിസ്. ഓക്കെ, ഈ ഡിസിഷൻ അനാലിസിസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 3 ടോപ്പിക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മെയിൻ ആയിട്ട് 3 ടോപ്പിക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പിക് 1 CVP അനാലിസിസ്, ടോപ്പിക് 2 മാർജിനൽ അനാലിസിസ്, ടോപ്പിക് 3 ആയിട്ടുള്ളത് പ്രൈസിങ്. ഓക്കെ, അപ്പോ ഇതില് CVP അനാലിസിസ്, മാർജിനൽ അനാലിസിസ് ഒക്കെ കുറച്ച് തിയറി ആൻഡ് പ്രോബ്ലംസ് ഏരിയ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. പ്രൈസിങ് പ്രോപ്പർലി തിയറിയാണ്. ഓക്കെ ഓക്കെ, കേൾക്കുന്നില്ലേ? നിങ്ങൾ അതിനനുസരിച്ച് ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നന്നാവും. കേൾക്കണ്ട് സർ. ഓക്കെ, ഓക്കെ. CVP അനാലിസിസ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. CVP അനാലിസിസ്. ഓക്കെ, CVP അനാലിസിസ് അതായത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. ഓക്കെ, CVP അനാലിസിസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കോസ്റ്റ് വരുന്നത്, എത്രയാണ് കോസ്റ്റ് വരുന്നത്, ആ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് നേടണം എങ്കിൽ എന്നുള്ളതാണ് CVP അനാലിസിസിലൂടെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, CVP അനാലിസിസിലൂടെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് എത്രയാണ് കോസ്റ്റ് വരുന്നത് ഒരു പ്രൊഡക്റ്റ്, ഒരു സർട്ടൻ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം ഫോർ എന്തിന്, ഒരു പർട്ടിക്കുലർ എമൗണ്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളുടെ കമ്പനി ബ്രേക്ക് ഇവൻ ആവാനോ. ബ്രേക്ക് ഇവൻ എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള ആ ഒരു പോയിന്റ് എത്താനും വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു അനാലിസിസ് ആണ് CVP അനാലിസിസിലൂടെ നമ്മൾ കൂടുതലായിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, എന്താണ് CVP അനാലിസിസ് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയല്ലേ? ഓക്കെ, അപ്പോ നമ്മൾ ഫസ്റ്റ് കോസ്റ്റിനെ കുറിച്ച്, കോസ്റ്റ് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയോ? കോസ്റ്റ് എലമെന്റ്സ്, മക്കളെ കോസ്റ്റ് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്ന് പറഞ്ഞേ. ഇത് നിങ്ങൾ ബേസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കോസ്റ്റ് എലമെന്റ്സ് ഏതൊക്കെയാണ്? കോസ്റ്റ് എലമെന്റ്സ് ബേസിക്സിൽ പഠിച്ചിട്ടില്ലേ? കേൾക്കുന്നില്ലല്ലോ, ഓഡിബിൾ അല്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? മെറ്റീരിയൽ എങ്ങനെ? കോസ്റ്റ്, ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, പിന്നുള്ളത് ഒതർ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കാണും. ഒതർ എക്സ്പെൻസ്. ഓക്കെ,
മെയിനായിട്ട് 3 കോസ്റ്റ് എലമെന്റ്സ് ആണ് ഉള്ളത്. മെയിനായിട്ട് 3 കോസ്റ്റ് എലമെന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ, മെറ്റീരിയൽ, ലേബർ, അതർ എക്സ്പെൻസ്. ഓക്കെ, അപ്പോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ഇൻഡെപ്ത് ആയിട്ട് പറയണോ? ഇത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഐഡിയ അല്ലേ? അതോ കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നോളജിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിന്റെ എങ്ങനെ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കോസ്റ്റ് എലമെന്റ്സിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് അറിയോ? എന്താ അവസ്ഥ? എന്താ അവസ്ഥ? ഓക്കെ ആണോ? മെറ്റീരിയൽ ഏതൊക്കെയാന്നുള്ളത് ഓക്കെ ആണോ? ലൈക്ക് ഇപ്പൊ ഒരു ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ ഏതൊക്കെയായിരിക്കും മെറ്റീരിയൽ? മെറ്റീരിയൽ എന്തായിരിക്കും? ക്ലോത്ത്, ത്രെഡ്, പിന്നെ ബട്ടൺ. പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതെ, പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, പിന്നെ അതിന്റെ ഡൈ, കളർ. ഓക്കെ, കളർ. പിന്നെ ഷർട്ട് ഒരു ലോഗോ, ഒരു ബ്രാൻഡഡ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ലോഗോയും കൂടി ഉണ്ടാവും. ടാഗ് എന്ന് പറയാം. ഓക്കെ, ഓക്കെ, ഇത്രയും ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട് ഇതിൽ, ഇനിയും ഉണ്ടാവും. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലേബർ എന്താണ്? മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ ആണ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മാറ്റർ ആണ്. ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ എഫേർട്ട് ആണ്. ഏതൊക്കെയാണ് ലേബർ ആയിട്ട് വരുന്നത്? സാലറിയും വേജസ്. എങ്ങനെ? സാലറിയും വേജസ്. സാലറി ആയിട്ട് Labour കൊടുക്കുന്ന, cost. അതായത് മേടിക്കുന്ന ആളുകൾ, അതായത് ഒരു ഷർട്ട് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു ഷർട്ട് മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ടൈലറിങ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ടൈലർ ഉണ്ടാവും. ഒരു ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ടൈലർ ഉണ്ടാവും. അത് ആ ഒരു വെയർ ഹൗസ്, അതായത് ആ ഒരു ഇത് ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു വെയർ ഹൗസ് നോക്കി പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് ഒക്കെ, ടൈലർ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർവൈസർ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ അവിടെ ഒരു ക്ലീനർ ഉണ്ടാവും, ക്ലീനിങ് സ്റ്റാഫ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ആ കമ്പനിക്ക് എന്ത് ചെയ്യും? ഡ്രൈവർ ഉണ്ടാവും. ഈ കമ്പനീന്റെ പ്രോപ്പർ ആയിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അക്കൗണ്ടന്റ് ഉണ്ടാവും. ഓക്കെ, സെയിൽസ് ടീം ഉണ്ടാവും. ഓക്കെ, പല ആളുകളും അതിൽ വരുന്നുണ്ട്. അത് ആ കമ്പനിയുടെ സൈസിനും ഒക്കെ അനുസരിച്ചിട്ട് ആളുകൾ കൂടും കുറയും. ഓക്കെ, ഇനി other ആയിട്ടുള്ള എക്സ്പെൻസ്, മെറ്റീരിയലും അതേപോലെ തന്നെ ഈ ലേബറും അല്ലാതെ ഒരു കമ്പനിക്ക് അനദർ എക്സ്പെൻസുകൾ ഏതൊക്കെ? other ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഏതൊക്കെ? എന്തൊക്കെയായിരിക്കും? എങ്ങനെ? റെന്റ് എക്സ്പെൻസ്, റെന്റ് എക്സ്പെൻസ്, പിന്നെ മിസ്ലീനിയസ് എക്സ്പെൻസ്, എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി, raw materials, Electricity. purchase of raw materials. റോ മെറ്റീരിയൽസ് നമ്മൾ ഇതായിട്ട് വരൂലേ? മെറ്റീരിയൽ ആയിട്ട് വരൂലേ? ഓരോ റോ മെറ്റീരിയൽസ് ആണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത്. ഓരോന്നും എന്താണ്? ഒരു ഷർട്ട് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? റോ മെറ്റീരിയൽസ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഡ്രൈവർ ഉണ്ട് എന്ന് പറഞ്ഞു. ഡ്രൈവർ സെയിൽസ് ടീമിനൊക്കെ ഫ്യൂവലിന്റെ സപ്ലൈ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഉണ്ടാവും, അതിനനുസരിച്ചുള്ള ഫ്യൂവലും അതിന് എക്സ്പെൻസ് ഉണ്ടാവും. വാട്ടർ എക്സ്പെൻസ്, അതായത് നമ്മൾ ആ കമ്പനിക്ക് അവിടെ സ്റ്റാഫിന് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ എക്സ്പെൻസ്. ഓക്കെ, ഇനിയിപ്പോ പുറത്തുനിന്ന് ഒരു ഡിസൈനറെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ, ഒരു ഡിസൈനറെ ഔട്ട്സോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഡ്രസ്സുകൾ മാത്രം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈനറെ ഔട്ട്സോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും അതർ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കും. ഓക്കെ, ഏകദേശം ഇത്രയും കാര്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ രീതിയിൽ പറയുന്നത്. ഏതൊക്കെയാണ് കോസ്റ്റ് എലമെന്റ്സ് ഏതൊക്കെയാന്നുള്ളതൊക്കെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പഠിച്ച ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലാണെന്നുണ്ടെങ്കിലും റേഷ്യോ അനാലിസിസിലാണ് എന്നുണ്ടെങ്കിൽ പോലും ഒക്കത്തിനും ബേസിക്സ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എലമെന്റ്സ്, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് എപ്പോഴും എല്ലാ സെക്ഷനും പഠിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? മേക്കപ്പ് ചെയ്ത് പോവുക കേട്ടോ. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇത്രയും മെറ്റീരിയൽ തന്നെ നമ്മൾക്ക് ട്രേസബിലിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെറ്റീരിയൽ തന്നെ നമ്മളുടെ ട്രേസബിലിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രേസബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? കോസ്റ്റ് എലമെന്റ്സിന് എങ്ങനെ? ഏതൊക്കെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്? ഏതൊക്കെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്? ലേബർ ഉണ്ട്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ്. ഓക്കെ, അതന്നെ. Other expense. മെറ്റീരിയൽ ഡയറക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഉണ്ട്. അതുപോലെ തന്നെ ലേബറിലും എന്തുണ്ട്? ഡയറക്റ്റ് ലേബറും ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബറും ഉണ്ട്. ആൻഡ് other എക്സ്പെൻസിലും ഡയറക്റ്റ് other എക്സ്പെൻസും ഉണ്ട്, ഇൻഡയറക്റ്റ് other എക്സ്പെൻസും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്? മക്കളെ, എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്? എന്ത് അടിസ്ഥാനത്തിലാ? ഇതിനെ ട്രേസ് ചെയ്യുന്നതിന് അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ട്രേസബിലിറ്റിക്ക് അടിസ്ഥാനത്തിലാണ്. ട്രേസബിൾ ആണോ? അത് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ട്രേസബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നിനെയും ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ട്രേസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഇപ്പോ ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ക്ലോത്ത് ഒരു ഷർട്ട് മാനുഫാക്ചർ ചെയ്യാൻ എത്ര മീറ്റർ ക്ലോത്ത് വേണമെന്ന് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റൂലേ? ട്രേസ് ചെയ്യാൻ പറ്റും. അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഷർട്ടിന് എത്ര ത്രെഡ് വേണമെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? മെഷർ ചെയ്യാൻ പറ്റും. ഏകദേശം ഇത്ര ത്രെഡ് വേണം. സ്ഥിരമായിട്ട് അടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ ട്രെയിനിങ് ഉള്ള ഒരു ടൈലർ ആണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ത്രെഡും മെഷർ ചെയ്യാൻ പറ്റും, ലോഗോ മെഷർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ബട്ടൺ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഡയറക്റ്റ് ആണ്. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ വരിക? ഇൻഡയറക്റ്റ് ആയിട്ട് എന്താ? ഇപ്പോ ഈ മെഷീനിന് നമ്മൾ ഉറ്റിക്കുന്ന ഓയിൽ ഉണ്ടല്ലോ, അത് ഒരു ഷർട്ടിന് ഇത്ര തുള്ളി ഇത്ര ml നമുക്ക് പറയാൻ പറ്റുമോ? ട്രേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ട്രേസ് ചെയ്യാൻ പറ്റൂല. അതെന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഓക്കെ, അതെന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പോ ആ ഒരു അടിസ്ഥാനത്തിൽ ട്രേസബിലിറ്റിക്ക് അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, അതുപോലെ തന്നെ ലേബറിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ ടൈലർ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? ഡയറക്റ്റ് ആണ്. കാരണം ഒരു ഷർട്ടിന് ഇത്ര രൂപ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് അത് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്രയും ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഒരു 10 to 15 ടൈലേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ 10 to 15 ടൈലേഴ്സിനെ നോക്കാൻ ഒരു സൂപ്പർവൈസറും ഉണ്ട്. ഓക്കെ, ഈ ഒരു സൂപ്പർവൈസർ ഈ 10 to 15 ആളുകളെ നോക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർവൈസറുടെ
സാലറിനെ നമുക്ക് ഷർട്ടിനായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുമോ? ട്രേസ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? സാർ എനിക്ക് ക്ലിയർ ആയില്ല. അതായത് ഇപ്പൊ ടൈലർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഷർട്ട് തയ്ച്ചു തരുന്നതിന്, ഒരു ഷർട്ട് പ്രോപ്പറായിട്ട് ഫിനിഷിംഗ് വർക്കൊക്കെ ചെയ്ത് തരുന്നതിന് അയാൾക്ക് ഒരു 350 രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഒരു റാൻഡം എമൗണ്ട് ആണ്. ഓക്കെ, ഒരു ഡ്രസ്സ് തയ്ച്ചു തരാൻ 350 രൂപ നമുക്ക് എന്ത് ചെയ്യാം, ട്രേസ് ചെയ്യാൻ പറ്റും. ആ ഷർട്ടില് നമ്മളെ പ്രൊഡക്റ്റ് എന്താണ്? ഷർട്ടാണ്. നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ്? ഷർട്ടാണ്. അപ്പോൾ അതില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേസ് ചെയ്യാൻ പറ്റും. ഒരു ഷർട്ടിന് 350 രൂപ. അപ്പോൾ അയാൾ ഒരു 10 ഷർട്ട് തയ്ച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു എമൗണ്ട്. ഓക്കെ, അങ്ങനെ ട്രേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 10 to 15 ഒരു 10 ടൈലേഴ്സ് ഉണ്ട്. അത് നോക്കാനും വേണ്ടിയിട്ട് ഒരു സൂപ്പർവൈസറും ഉണ്ട്. ഈ സൂപ്പർവൈസറെ സാലറി നമുക്ക് ഒരു ഷർട്ടിൽ എത്ര സാലറി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ട്രേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാണ് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് ലേബർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. അപ്പോ സൂപ്പർവൈസർ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലേബർ ആണ്. ഓക്കെ, ഇനി ഇതൊക്കെ ഡിപ്പെൻസ് ഓൺ കമ്പനിക്ക് അനുസരിച്ചിട്ടാണ്. ചിലപ്പോ ഒരു സൂപ്പർവൈസർ സാലറി ഒരു കമ്പനി നോക്കുന്നത് ആ ഒരു എത്ര ഷർട്ട് ആ ഒരു ദിവസം, എത്ര ഷർട്ട് ആ യൂണിറ്റിൽ നിന്ന് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു എന്നതനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് ഡയറക്റ്റ് ആയി മാറും. ഓക്കെ, പക്ഷേ നോർമലി ഇതെന്താണ്? സൂപ്പർവൈസർ ഈ ഒരു രീതിക്കാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സിനാരിയോയിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലേബർ ആണ്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ അതർ എക്സ്പെൻസും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഷർട്ടിൽ എത്ര ഇത് വന്നു എന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്, ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ്. ട്രേസ് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ്. ഡയറക്റ്റും ഇൻഡയറക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഡയറക്റ്റിന്റെ വില കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ ഇൻഡയറക്റ്റിന്റെ ആണെങ്കിൽ നമുക്കത് ഒരാൾക്ക് എത്രയായി എന്നുള്ളത് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റിൽ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോ നമ്മൾ ഇത്രയും പറഞ്ഞു. ഡയറക്റ്റ് ആയിട്ടുള്ള ഓരോ എക്സ്പെൻസും ഡയറക്റ്റ് ആയിട്ടുള്ള ഒക്കെ പറഞ്ഞു. ഡയറക്റ്റ് എന്താണ്, ഇൻഡയറക്റ്റ് എന്താണെന്നുള്ളത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എല്ലാ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസിനെയും നമ്മൾ എന്ത് വിളിക്കും? പ്രൈം കോസ്റ്റ് എന്ന് വിളിക്കും. പ്രൈം കോസ്റ്റ് ഒരു കമ്പനിയുടെ പ്രൈം ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിന്റെ, ആ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ പ്രൈം ആയിട്ടുള്ള കോസ്റ്റിനെ, ഓക്കെ, ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റിനെ നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റിനെ ഓവർ ഹെഡ് എന്ന് വിളിക്കും. ഓക്കെ, ഓവർ ഹെഡ്സ്. ഇത്രയൊക്കെയാണോ? ഓക്കെ, ഈ ഓവർ ഹെഡിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓവർ ഹെഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓവർ ഹെഡിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഫാക്ടറിയുടെ ഉള്ളിൽ വരുന്ന ഓവർ ഹെഡ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന ഓവർ ഹെഡ്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നോ, OH എന്ന് പറഞ്ഞ ഓവർ ഹെഡ് കേട്ടോ, ഓവർ ഹെഡ് എന്നോ, മാനുഫാക്ചറിങ് ഓവർ ഹെഡ് എന്നോ, ഫാക്ടറി ഓവർ ഹെഡ് എന്നോ പറയാം. ഈ 3 പേരിലും പറയാം.
ഓക്കെ. ഫാക്ടറിയിൽ വരുന്നതാണ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ വേറൊരു പ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാനുഫാക്ചറിങ് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇത് 3 രീതിയിലും പറയാം. ഓർ പ്രൊഡക്ഷൻ ഓവർഹെഡ്, ഓർ മാനുഫാക്ചറിങ് ഓവർഹെഡ്, ഓർ ഫാക്ടറി ഓവർഹെഡ്. ഓക്കെ. ഇനി ഇതിന്റെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ, മറ്റൊരു ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്. നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ് അല്ലെങ്കിൽ നോൺ പ്രൊഡക്ഷൻ ഓവർഹെഡ്. നോൺ പ്രൊഡക്ഷൻ ഓവർഹെഡ്, അതും അല്ലെങ്കിൽ സെല്ലിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഓറല്ല ആൻഡ് സെല്ലിംഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഓക്കെ. ഈ 3 പേരിലും അറിയപ്പെടും. ഓക്കെ. അതായത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓവർഹെഡ്. അതായത് ഇപ്പോൾ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അതർ എക്സ്പെൻസ് ഒക്കെ എന്താണ്? ഓവർഹെഡ് ആണ്. അതായത് റെന്റ്, പ്രൊഡക്ഷൻ യൂണിറ്റിന് വരുന്ന റെന്റ്. ഓക്കെ. അതായത് നമ്മളുടെ മാനുഫാക്ചറിങ് യൂണിറ്റിനൊക്കെ വരുന്ന റെന്റ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇത് എവിടുന്നാണോ ഷർട്ട് എവിടുന്നാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ വരുന്ന റെന്റ്. ഓക്കെ. അല്ലെങ്കിൽ നോൺ മാനുഫാക്ചറിങ് എന്താണ്? നമ്മളെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഒരു ഓഫീസ് ഉണ്ട്, സെപ്പറേറ്റ്. അഡ്മിനിസ്ട്രേഷന് ഒരു ഓഫീസ് ഉണ്ട്. ഡിസ്ട്രിബ്യൂഷന് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ്. ഓക്കെ. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വേരിയേഷൻ മനസ്സിലായില്ലേ? പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓവർഹെഡ്. ഓക്കെ. ഇവിടെ നോൺ പ്രൊഡക്ഷൻ, നോൺ മാനുഫാക്ചറിങ് ഓവർഹെഡ്, അതിൽ സെല്ലിങ് വരുന്നുണ്ട്. സെല്ലിങ്ങിന് നമുക്ക് വരുന്ന ഓവർഹെഡ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എക്സ്പെൻസ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വരുന്ന എക്സ്പെൻസ് ഒക്കെ ഏതിൽ വരും? നോൺ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നോൺ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സെല്ലിംഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്നതിൽ വരും. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കോസ്റ്റ് എലമെന്റ്സിൽ പറയാനുള്ളത്. കോസ്റ്റ് എലമെന്റ്സിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ എന്തൊക്കെയാണ് കോസ്റ്റ്, ഏതൊക്കെ ടൈപ്പാണ് കോസ്റ്റ്? ഓക്കെ. ഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് എന്താണ്? എല്ലാ ഡയറക്റ്റ് കോസ്റ്റുകളെയും നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഓക്കെ. എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയും നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഓക്കെ. അതുപോലെ തന്നെ ഓവർഹെഡിൽ തന്നെ 2 രീതിയിലുണ്ട്. പ്രൊഡക്ഷന് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ഓവർഹെഡ് ആണ്? നോൺ പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, സെല്ലിംഗ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ഓവർഹെഡ് ആണ് എന്നുള്ളതാണ് കോസ്റ്റിനെ കീറി മുറിച്ചിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ. ഓക്കെ ആണോ? ഇത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഹലോ ആ, സാർ, പറഞ്ഞോളൂ. എനിക്ക് ഫസ്റ്റ് പാർട്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നെറ്റ് ഇഷ്യൂ ഉണ്ട് ഇവിടെ കുറച്ച്. ഏത് പാർട്ടായിരുന്നു? കോസ്റ്റ് എലിമെന്റ് മുതലാണ് ഞാൻ കണ്ടത്. അതിന് മുകളിൽ എഴുതിയൊന്നും വാക്യം ഈ ഒരു പഠിക്കാം. ഏരിയ ആണോ? ആ ഈ ഒരു ഏരിയ ആണോ? ആ ആ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ സെക്ഷൻ സി ഡിസിഷൻ അനാലിസിസ് എന്നുള്ളത് മെയിൻ ആയിട്ട് 3 ഭാഗമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഓക്കെ. 3 ഭാഗമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്താണ് CVP അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് എത്ര കോസ്റ്റ് വരും, എത്ര യൂണിറ്റ്, എത്ര വോളിയം ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്താലാണ് നമുക്ക് ഒരു സർട്ടൻ പ്രോഫിറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഒരു ബ്രേക്ക് ഈവൻ ആയിട്ടുള്ള പോയിന്റ്, അതായത് നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള പോയിന്റ് റീച്ച് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് CVP അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ കോസ്റ്റ് എന്ന് പറയുന്ന ഇതിനെ എലാബറേറ്റ് ചെയ്തതാണ് ഇപ്പോൾ ഇത്ര എടുത്തത്. കോസ്റ്റ് എലമെന്റ്സ്, അതിൽ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഓക്കെ, പ്രൈം കോസ്റ്റ്, ഓവർഹെഡ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്, നോൺ പ്രൊഡക്ഷൻ ഓവർഹെഡ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ഇതിൽ രണ്ടാമത്തെ ടോപ്പിക്കാണ് മാർജിനൽ അനാലിസിസ്, മൂന്നാമത്തെ ടോപ്പിക്കാണ് പ്രൈസിങ്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ കൂടുതലായിട്ടൊന്നും നമ്മൾ വരും ക്ലാസ്സുകളിൽ ആ ടോപ്പിക് എത്തുമ്പോൾ ഇൻഡെപ്ത് ആയിട്ട് പോകും. ഓക്കെ. ഓക്കെ. ഓക്കെ.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി നേച്ചർ ഓഫ് കോസ്റ്റ്. കോസ്റ്റിന്റെ നേച്ചർ ഉണ്ട്. കോസ്റ്റിനെ പല ടോട്ടലിൽ വരുമ്പോൾ ഒരു നേച്ചർ, പെർ യൂണിറ്റിൽ വരുമ്പോൾ ഒരു നേച്ചർ. ഓക്കെ, ആ രീതിയിലാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. കാരണം നിങ്ങൾക്ക് ബേസിക്സിൽ ഷാമിൽ സർ അത്യാവശ്യം ബേസിക്സ് എടുത്തിട്ടുണ്ട് എന്നാണുള്ളതാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, എന്നാലും നമുക്ക് ഇത് ഇവിടെ ആവശ്യമാണ്. ഒന്നും കൂടി ജസ്റ്റ് റിമൈൻഡ് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോ നേച്ചർ ഓഫ് കോസ്റ്റ്. നമ്മൾ കോസ്റ്റിനെ ഒരു ബോക്സിലാക്കാം. ഓക്കെ, ഇതിൽ ഏത് കോസ്റ്റാ എന്നുള്ളത് നമുക്ക് പറയാം. ഈ ഒരു ബോക്സിലാണെന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ട് വരുന്ന നേച്ചർ, ടോട്ടലായിട്ടുള്ള നേച്ചർ ഇവിടെ പെർ യൂണിറ്റ് ആയിട്ടുള്ള നേച്ചറാണ് വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പോ കോസ്റ്റ്, ഒരു മിനിറ്റ്. ഹലോ, ക്ലാസ്സിൽ സോറി ഫോർ ദി ഇന്ററപ്ഷൻ, ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. സോറി കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ കോസ്റ്റ് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് കോസ്റ്റ് നമുക്ക് പറയാം. ഫിക്സ്ഡ് ആയിട്ടുള്ള കോസ്റ്റും വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റും. ഓക്കെ, ഫിക്സ്ഡ് ആയിട്ടുള്ള കോസ്റ്റും വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റും. ഫിക്സ്ഡ് കോസ്റ്റ് ലൈക്ക് റെന്റ്, ഒരു ബിൽഡിങ്ങിന്റെ റെന്റ് എന്താണ്, എപ്പോഴും ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഫിക്സ്ഡ് കോസ്റ്റ്. അത് ടോട്ടലിൽ വരുമ്പോൾ, നമ്മൾ ടോട്ടലായിട്ട് ഒരു യൂണിറ്റിന്റെ ബേസിൽ വരുമ്പോൾ, ഓക്കെ, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ബിൽഡിങ്ങിന്റെ റെന്റ് 50,000 ആണ്. ഓക്കെ, 50K. ഓക്കെ, 50K ആണ് എന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ടോട്ടൽ ചേഞ്ച് ചെയ്യുന്നുണ്ടോ മക്കളെ? ടോട്ടൽ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതെന്താണ്, ഫിക്സ്ഡ് ആണ്. ടോട്ടൽ എന്താണ്, ഫിക്സ്ഡ് കോസ്റ്റിന്റെ ടോട്ടൽ ഫിക്സ്ഡ് ആണ്. ഓക്കെ ഓക്കെ, അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിന്റെ ടോട്ടൽ എങ്ങനെ? വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റ് എന്താണ്? ഒരു മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, മെറ്റീരിയൽ ആണ്. ഒരു ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് $100. ഓക്കെ, $100 ആണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. ഓക്കെ, ഒരു ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് $100 ആണ് കോസ്റ്റ് വരുന്നത്. അങ്ങനെ 5 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്ര ഡോളർ വരും? $500 വരും. ഓക്കെ, 5 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ $500 വരും. ഇനി 10 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിലോ, 10 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ $1000 വരും. ഓക്കെ, അപ്പോ ഈ ഒരു രീതിയിൽ ഇതെന്താണ്, ടോട്ടല് ചേഞ്ച് വരുന്നില്ലേ? ടോട്ടലിൽ ചേഞ്ച് വരുന്നില്ലേ? നമ്മൾ ഓരോ യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ചിട്ടും നമ്മൾ എന്താണ്, ടോട്ടലിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്താണ്, ടോട്ടലിൽ എന്താണ്, ടോട്ടലിൽ വേരിയബിൾ കോസ്റ്റ് ടോട്ടലിൽ എന്താവും, വേരീസ്. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഓക്കെ, പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് കൂടും, ടോട്ടൽ കൂടൂലേ? അതായത് ഇപ്പൊ 5 ഉള്ളത് 10 ആയി. അപ്പൊ എന്തായി, ടോട്ടലിൽ ചേഞ്ച് വന്നു. 500 ഉള്ളത് 1000 ആയി. ഓക്കെ, പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചിട്ട്
എന്ത് ചെയ്യും? നമ്മളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ, അതായത് യൂണിറ്റ്സ്, കോസ്റ്റ് അല്ല യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ടോട്ടലും വേരി ചെയ്യും. ഓക്കെ. പക്ഷേ ഫിക്സ്ഡ് കോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ എന്താ സംഭവിച്ചത്? 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടുള്ള 50K മാറിയോ, ചേഞ്ച് ചെയ്തോ? ഇല്ല. ഫിക്സ്ഡ് കോസ്റ്റ് എന്തായിരുന്നു? ടോട്ടൽ ഫിക്സ്ഡ് ആണ്. വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ എന്താണ്? ചേഞ്ച് ചെയ്യും. ഓക്കെ. പ്രൊഡക്ഷനനുസരിച്ചിട്ട്, അതായത് പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് കൂടും, പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് കുറയും. അപ്പോ പ്രൊഡക്ഷനും വേരിയബിൾ കോസ്റ്റും ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഓക്കെ. പ്രൊഡക്ഷനും വേരിയബിൾ കോസ്റ്റും ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. പ്രൊഡക്ഷൻ ആൻഡ് വേരിയബിൾ കോസ്റ്റ് കേട്ടോ. പ്രൊഡക്ഷനും വേരിയബിൾ കോസ്റ്റും ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. പ്രൊഡക്ഷൻ കൂടുമ്പോൾ വേരിയബിൾ കോസ്റ്റിന്റെ ടോട്ടൽ കൂടും. പ്രൊഡക്ഷൻ കുറയുമ്പോൾ വേരിയബിൾ കോസ്റ്റിലെ ടോട്ടൽ എന്ത് ചെയ്യും? കുറയും. ഓക്കെ. ഇത്രയൊക്കെ ആണോ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ. അപ്പോ ടോട്ടലിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പെർ യൂണിറ്റിന്റെ കേസാണ്. പെർ യൂണിറ്റിൽ എങ്ങനെ വരുന്നത്? ഓക്കെ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിൽ, അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞു ആദ്യം 80 യൂണിറ്റ് ഉണ്ടാക്കിയത്, പിന്നെ 100 യൂണിറ്റ് ഉണ്ടാക്കിയത്. പക്ഷെ ടോട്ടൽ ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ പെർ യൂണിറ്റിൽ വരുമ്പോൾ 80 യൂണിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് 50,000 ഡിവൈഡഡ് ബൈ 80 എത്രയാണ് വരുന്നത്? 50,000 ഡിവൈഡഡ് ബൈ 80, അതായത് 625 ആണ് പെർ യൂണിറ്റ് കോസ്റ്റ് വരുന്നത്. ഓക്കെ. ഇനി നമ്മളെ 100 യൂണിറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ 50,000 ഡിവൈഡഡ് ബൈ 100. അപ്പൊ എന്താ സംഭവിക്കുന്നത്? 50,000 ഡിവൈഡഡ് ബൈ 100, അതായത് 500. ഓക്കെ. ആ രീതിയിൽ ഇതെന്താണ്? വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റിൽ വേരി ചെയ്യുന്നുണ്ട്. അതായത് 80 യൂണിറ്റ് ഉള്ളത് 100 യൂണിറ്റ് ആയപ്പോൾ പെർ യൂണിറ്റിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് നോക്കുമ്പോൾ എന്താണ്? വേരി ചെയ്യുന്നുണ്ട്. 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ കമ്പനി നെക്സ്റ്റ് മന്തിൽ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ആ രീതിയിൽ തിങ്ക് ചെയ്യുക കേട്ടോ. ആ രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ എന്താണ്? വേരി ചെയ്യുന്നുണ്ട്. 625 ഉള്ള കഴിഞ്ഞ മാസം 625 ആണ് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മാസം 500 ആണ് എന്ത് വന്നിട്ടുള്ളത്? ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അതെന്താ ചെയ്യുന്നത്? വേരി ചെയ്യുന്നുണ്ട്. വേരീസ്. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റിൽ എന്താണ്? വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോ പ്രൊഡക്ഷൻ കൂടുമ്പോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയല്ലേ ചെയ്യുന്നത്? ഇവിടെ തന്നെ കണ്ടില്ലേ, 80 ഉള്ളത് 100 ആയപ്പോ 80 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്താ ചെയ്യുന്നത്? 625 പെർ യൂണിറ്റിൽ നിന്നും 500 പെർ യൂണിറ്റിലോട്ട് കുറഞ്ഞു. ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ? ഫിക്സ്ഡ് കോസ്റ്റ് 625 എന്നുള്ളത് 500 ആയിട്ട് എന്ത് ചെയ്യും? കുറഞ്ഞു. അപ്പോ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് പെർ യൂണിറ്റ് കോസ്റ്റ് കുറയും. ഓക്കെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ കുറയുന്നതിനനുസരിച്ച് കൂടുകയും ചെയ്യും. ഓക്കെ. ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഇത് എങ്ങനെ റിലേറ്റഡ് ആണ്? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതായത് പ്രൊഡക്ഷൻ കൂടുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും, പ്രൊഡക്ഷൻ കുറയുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കൂടും. ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു എക്സാമ്പിളിൽ ചിന്തിച്ചാൽ മതി. നമ്മൾ ഒരു 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സെയിം റെന്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിൽ നമ്മൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ. അപ്പൊ എന്താണ്? യൂണിറ്റ്സിന്റെ എണ്ണം കൂടി. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കുറയും. ഓക്കെ. ഓക്കെ.
അപ്പോ അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ എന്താ സംഭവിക്കുക? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ എന്താ സംഭവിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഷർട്ടിന്റെ മെറ്റീരിയലിന് 100 ആണ് എന്നുണ്ടെങ്കിൽ, ഒരു ഷർട്ടിന്റെ മെറ്റീരിയലിന് ഒരു മിനിറ്റ്, ഒരു ഷർട്ടിന്റെ മെറ്റീരിയലിന് 100 ആണ് എന്നുണ്ടെങ്കിൽ, 2 ഷർട്ട് ആണെന്നുണ്ടെങ്കിലും പെർ യൂണിറ്റിൽ വരുമ്പോൾ, ടോട്ടലിൽ വരുമ്പോൾ 200 ആവും. പക്ഷേ പെർ യൂണിറ്റിൽ വരുമ്പോൾ ഒരു ഷർട്ടിന് എത്ര? 100 തന്നെയല്ലേ? ഓക്കെ, പെർ യൂണിറ്റിൽ വരുമ്പോൾ 100 തന്നെയാണ്. ഇപ്പൊ 3 ഷർട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്, എന്നാലും ഇവിടെ പെർ യൂണിറ്റ് അല്ലേ ചോദിക്കുന്നത്. പെർ യൂണിറ്റിൽ വരുമ്പോൾ ഒരു യൂണിറ്റ് എന്താണ്? 100 തന്നെയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പെർ യൂണിറ്റിൽ എന്താണ്? 100 തന്നെയാണ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഫിക്സ്ഡ് ആണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൽ എന്താണ്? ഫിക്സ്ഡ് ആണ്. അപ്പോ ഈ ഒരു കോസ്റ്റിന്റെ ഒക്കെ പേര് എങ്ങനെ ഇട്ടിട്ടുള്ളത്? ഇതിന്റെ ടോട്ടലിന്റെ നേച്ചർ എന്താണോ അതനുസരിച്ചിട്ട് അതിന്റെ പേരിട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോ കോസ്റ്റിന്റെ ടോട്ടലിനനുസരിച്ചിട്ടാണ് ഇതിന്റെ പേരിട്ടിട്ടുള്ളത്. ഫിക്സ്ഡ് കോസ്റ്റ് ടോട്ടൽ എന്താണ്? ഫിക്സ്ഡ് ആണ്. വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ എന്താണ്? വേരി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വേരിയബിൾ കോസ്റ്റ് എന്നുള്ള പേരിട്ടു. ഓക്കെ, പെർ യൂണിറ്റ് ആവുമ്പോൾ നേരെ തിരിച്ചിട്ടാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതായത് ഇപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളും, വേരിയബിൾ കോസ്റ്റിന്റെ, അതായത് ഒരു ഷർട്ട് പ്രൊഡക്ഷൻ ചെയ്താലും 2 ഷർട്ട് പ്രൊഡക്ഷൻ ചെയ്താലും വേരിയബിൾ കോസ്റ്റിൽ എന്തേ വ്യത്യാസം വരുന്നുണ്ടോ? പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റിൽ ഇല്ല. ഓക്കെ, അതെപ്പോഴും 100 ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, എല്ലാവരും ഓക്കെയാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് പോവാട്ടോ. മാക്സിമം ഡൗട്ട് ഇല്ലാതെ എന്ത് ഉണ്ടെങ്കിലും അപ്പൊ അങ്ങനെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോയാൽ നമുക്ക് ഇനി വരുന്ന ടോപ്പിക്കിൽ ഇതൊക്കെയാണ് ബേസിക്സ്. ഈ ബേസിക്സ് ത്രൂ ആണ് ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്തുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ പോസ് ചെയ്യണോ? നോട്ട് ചെയ്താനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടൈം വേണോ? നിങ്ങൾ എങ്ങനെ നോർമലി എങ്ങനെ നിങ്ങളുടെ ക്ലാസ് പോവാറ്? അത് ക്ലാസ്സിന്റെ കൂടെ അങ്ങനെ നോട്ട് ചെയ്തുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും നോട്ട് ചെയ്താൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടൈമോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ, ഇല്ല സർ, ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒന്നും എഴുതാറില്ല. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എഴുതാറ്. ഓക്കെ, നിങ്ങൾ എഴുതിക്കോളൂ. നിങ്ങൾ എഴുതിയിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക്സ് ആണ്. ഇത് നിങ്ങൾക്ക് CMA സിലബസിൽ എവിടെ ഏത് സെക്ഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും, ഇനി പാർട്ട് 1-ലാവട്ടെ പാർട്ട് 2-ലും പല സെക്ഷനിലും ഇതിന്റെ ഒക്കെ കണ്ടിന്യൂഷനാണ് വരുന്നത്. എപ്പോഴും ബേസിക്സ് എപ്പോഴും സ്ട്രോങ് ആക്കുക. പിന്നെ പ്രോപ്പറായിട്ട് ബാലൻസ് ഷീറ്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കുക, ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കുക, ഈ കോസ്റ്റ് എലമെന്റ്സ്, എന്താണ് കോസ്റ്റ്, ഇതിന്റെ നേച്ചർ, ഓക്കെ, ഇതിനെ കുറിച്ചൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മളെ സിലബസിൽ നമ്മളെ ഈ ഒരു സെക്ഷൻ സീന്റെ മെയിൻ ആയിട്ട് ആവശ്യമുള്ള 2 കാര്യങ്ങളാണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. പക്ഷേ ഇതിൽ തന്നെ മിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് വേറൊരു സംഭവം കൂടി വരുന്നുണ്ട്. ഓക്കെ, അത് നമ്മളുടെ ഈ ഒരു സെക്ഷൻ സിക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, മിക്സ്ഡ് ആയിട്ടുള്ള വരുന്ന കോസ്റ്റുകളും ഉണ്ട്. അതായത് നമ്മളുടെ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ വരുന്നത്? നമ്മൾ എത്ര യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഫിക്സ്ഡ് എമൗണ്ട് വരും, ഒരു ഫിക്സ്ഡ് ചാർജ് ഉണ്ട്. ഓക്കെ, ആ ഒരു ചാർജിന്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള വരുന്നത്, അതായത് സെമി ഫിക്സ്ഡ് ആണ്. ഒരു പെർസെന്റേജ് ഫിക്സ്ഡും ബാക്കി എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് മിക്സ്ഡ് കോസ്റ്റിലൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളുടെ നോളജിനും വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കോസ്റ്റ് മാത്രമല്ല, മിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് കോസ്റ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ട് 2 കോസ്റ്റ് ആണ്, ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും. അതിന്റെ ടോട്ടലിൽ വരുന്നതും പെർ യൂണിറ്റിൽ വരുന്നതും അതിന്റെ ചേഞ്ച് ആണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുമ്പത്തെ പ്രീവിയസ് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് പറയാം കേട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
എന്താണ് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ. Yes, sir. അപ്പോ ഇത്ര കാര്യങ്ങളാണ്. പിന്നെ പാലക്കാടൊക്കെ നല്ല ചൂടാന്ന് കേട്ടു. പ്രോപ്പറായിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ചു കൊടുക്കട്ടോ. ക്ലാസ്സിന്റെ ഇടയിൽ തന്നെ പ്രോപ്പറായിട്ട് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ്. ഓക്കെ, ഹെൽത്ത് ഒക്കെ പ്രോപ്പറായിട്ട് നോക്കുക. ഓക്കെ ഓക്കെ. ഇനി നമുക്കുള്ളത് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകം സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബേസിക്സ് മാത്രമാണ് ഇപ്പൊ പറഞ്ഞു പോകുന്നത് കേട്ടോ. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കോസ്റ്റ് എലമെന്റ്സ്, അതുപോലെ തന്നെ നേച്ചർ ഓഫ് കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, അതുപോലെ തന്നെ ഓവർ ഹെഡ്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാ ഡയറക്റ്റ് കോസ്റ്റിനെയും നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് വിളിക്കും. എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റിനെയും നമ്മൾ ഓവർ ഹെഡ് എന്ന് വിളിക്കും. ഓക്കെ, ഈ ഓവർ ഹെഡ് തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓവർ ഹെഡ്, അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ്. ഇനി അതിന്റെ മറ്റൊരു സൈഡാണ് നോൺ പ്രൊഡക്ഷൻ, നോൺ മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ സെല്ലിംഗ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഇതൊക്കെ പ്രോപ്പറായിട്ട് മൈൻഡിൽ ഉണ്ടായിരിക്കുക. വെറുതെ കാണാപ്പാഠം പഠിക്കുന്നതിലേറെ നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റിന്റെ നേച്ചർ വന്നത്, ആ രീതിയിൽ വന്നത് എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയുള്ളതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് മോഡൽസ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് മോഡൽ നമ്മൾ ചെറിയൊരു സാമ്പിൾ ആയിട്ടുള്ള ഒരു വെർഷൻ ആണ് ഇവിടെ പറയുന്നത്. ഭയങ്കര എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള വെർഷൻ അല്ല പറയുന്നത്. ജസ്റ്റ് നമുക്ക് ഇവിടെ നമ്മളെ ഈ ഡിസിഷൻ അനാലിസിസിന് ആവശ്യമായിട്ടുള്ള ചെറിയൊരു വെർഷൻ. ഓക്കെ, രണ്ട് മോഡലുണ്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ്. രണ്ട് മോഡലുണ്ട്. ഒന്ന് GP മോഡൽ, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ മോഡൽ. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ മോഡലും ഉണ്ട്. അതുപോലെ കോൺട്രിബ്യൂഷൻ മാർജിൻ, CM മോഡൽ, കോൺട്രിബ്യൂഷൻ മാർജിൻ മോഡൽ. ഓക്കെ ഓക്കെ, കോൺട്രിബ്യൂഷൻ മാർജിൻ മോഡലും ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ മോഡലും ഉണ്ട്. സെയിൽസ് റവന്യൂവിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അതിൽ നിന്ന് സെല്ലിംഗ്, അഡ്മിനിസ്ട്രേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഒക്കെ മൈനസ് ചെയ്താൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, ഒരു ഡൗട്ട്. ആ പറഞ്ഞോളൂ. ഈ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആണോ? സെയിൽസ് റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഷർട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 5 ഷർട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 5 ഷർട്ട് നമ്മൾ വിറ്റു. ഓക്കെ, അതാണ് നമ്മളുടെ ആ 5 ഷർട്ട് വിൽക്കുമ്പോൾ നമുക്ക് എത്രയാണോ നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്, അതാണ് സെയിൽസ് റവന്യൂ. ഓക്കെ ഓക്കെ, കോൺട്രിബ്യൂഷൻ മാർജിൻ മോഡൽ, അതിലും സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ മാർജിൻ. അതിൽ നിന്നും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ടോട്ടൽ ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. അതിൽ നിന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്ന പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, കോൺട്രിബ്യൂഷൻ മാർജിൻ മോഡലും ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ മോഡലൊക്കെ മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങൾ ഇതിന് മുമ്പ് കേട്ടിട്ടില്ലേ? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ മോഡൽ, കോൺട്രിബ്യൂഷൻ മാർജിൻ മോഡലൊക്കെ. Yes, sir. ഓക്കെ, അതന്നെ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് നിങ്ങളുടെ നോട്ടിൽ ഇതും കൂടി ഇൻക്ലൂഡഡ് ആവണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് അറിയാമെന്ന് മനസ്സിലായിട്ടുണ്ട്. സർ, ഈ SAD എന്താ? സെല്ലിംഗ്, അഡ്മിനിസ്ട്രേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഓവർഹെഡ്. ഓക്കെ, അതിന്റെ ഷോർട്ടാക്കി ജസ്റ്റ് ചെയ്തതാണ്. സെല്ലിംഗ്, അഡ്മിനിസ്ട്രേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഓവർഹെഡ്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ നോട്ടിൽ എഴുതുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന്റെ കൂടെ എഴുതുന്നതുകൊണ്ടാണ് ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ നോട്ടിൽ എപ്പോഴും എഴുതുമ്പോൾ പ്രോപ്പറായിട്ട് വൃത്തിയിൽ നിങ്ങൾ ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നത് എപ്പോഴും നന്നാവും. കാരണം ഈ 6 സെക്ഷനൊക്കെ പഠിച്ചിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഇതിന്റെ റിവിഷൻ ടൈമിൽ എത്തുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഷോർട്ട് ഒന്നും നിങ്ങൾക്ക് എന്താന്നുള്ളത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല.
ചിലപ്പോൾ SP എന്നുള്ളത് തന്നെ വേറെ എവിടെയെങ്കിലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, വേറെ എന്തിന്റെ ഷോർട്ടായിട്ട്. ഓക്കെ, അപ്പോ ഓരോ ഫാക്കൽറ്റീസ് ഓരോ രീതിയിലായിരിക്കും എടുക്കുക. അപ്പോൾ എപ്പോഴും പ്രോപ്പറായിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് എഴുതാൻ നോക്കുക. നമ്മളിത് പറയുന്നതിന്റെ ഇടയിൽ ഒരു ലാഗ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഷോർട്ടിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഓക്കെ. സർ, ഈ TCM TVC ഒന്ന് ഫുൾ ഫോം പറയേ. എങ്ങനെ? CM മോഡൽ അതില് SRന്റെ ചോട്ടില് TVC മൈനസ്. TVC എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഈസിക്കൽ ടു ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ. ഒരു മിനിറ്റ്. ഈ ഒരു നമ്മൾ ഈ ഡിസിഷൻ അനാലിസിസ് അല്ലേ നമ്മളുടെ സെക്ഷൻ സിയിൽ നമ്മൾ മൊത്തമായിട്ട് പഠിക്കുന്നത് നമ്മളുടെ കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഓരോ ഡിസിഷൻസ് എടുക്കാനും വേണ്ടിയിട്ട്. അതായത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എങ്ങനെ വർക്ക് ചെയ്യണം, എത്ര കോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്, എത്ര വോളിയം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, അതിൽ നിന്ന് നമുക്ക് നമ്മൾ വിചാരിച്ചിട്ടുള്ള നമ്മളെ ബെഞ്ച് മാർക്ക് ആയിട്ടുള്ള എത്ര പ്രോഫിറ്റ് കിട്ടും, ഇതൊക്കെയാണ് അനലൈസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്? ഇന്റേണലി അനലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു മോഡൽ എന്തിനാ ഉപയോഗിക്കുന്നത്? മെയിൻ ആയിട്ട് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ മോഡൽ എന്തിനാ ഉപയോഗിക്കുന്നത്? പറ. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് എക്സ്റ്റേണൽ ആയിട്ടും കൂടി യൂസ് ചെയ്യുന്ന എക്സ്റ്റേണൽ യൂസിനാണ്. ഓക്കെ, ഇത് എക്സ്റ്റേണൽ ആയിട്ടുള്ള യൂസിനാണ്. ഓക്കെ, എക്സ്റ്റേണൽ ആയിട്ട് ഒരു കമ്പനീനെ ആർക്കെങ്കിലും അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ മോഡൽ. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഇതിന്റെ ഒരു ഷോർട്ട് വേർഷൻ, സിമ്പിൾ വേർഷൻ ആണ്. ഓക്കെ, ഇതിന്റെയൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ പല സെക്ഷൻസിൽ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി ചിലപ്പോൾ. ഓക്കെ, കോൺട്രിബ്യൂഷൻ മാർജിൻ മോഡൽ എന്തിനാ? നമ്മളുടെ കമ്പനിയുടെ ഇന്റേണൽ ആവശ്യങ്ങൾക്ക് ഇന്റേണൽ ആയിട്ടുള്ള ഓരോ തീരുമാനങ്ങൾ എടുക്കാനും ഓക്കെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? കോൺട്രിബ്യൂഷൻ മാർജിൻ മോഡൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റേണലി ഓരോ ഡിസിഷൻസ് എടുക്കാനും ഇന്റേണലി ഒരു കമ്പനീനെ അനലൈസ് ചെയ്തിട്ട് എങ്ങനെ ആ കമ്പനീനെ മെച്ചപ്പെടുത്താം എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന മോഡലാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ മോഡൽ. അപ്പൊ നമ്മൾ ഇവിടെ ഡിസിഷൻസ് എടുക്കുന്ന ഇന്റേണൽ ഡിസിഷൻസ് ആണ്. നമ്മളെ കമ്പനീന്റെ ഇന്റേണലി നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസിഷൻസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ മാർജിൻ മോഡലാണ്. ഓക്കെ, CM ഇതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു എഴുതി തരാം. ഓക്കെ, കോൺട്രിബ്യൂഷൻ മാർജിൻ മോഡൽ. സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. അതിൽ നിന്ന് ടോട്ടൽ ഫിക്സ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇതാണ്. എന്താന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഒരു വരുന്നത് കേട്ടോ. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്താൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ലെസ് ചെയ്താൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഒരു കമ്പനിയുടെ സെയിൽസ് റവന്യൂ 140 ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 10 യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, 10 യൂണിറ്റ്സ് സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ്
ഒരു കമ്പനിയുടെ സെല്ലിംഗ് പ്രൈസ് 14, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 4. ഓക്കെ, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 40. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഒന്ന് ഫൈൻഡ് ചെയ്തേ. 10 യൂണിറ്റ്സ് ആണ്, സെല്ലിംഗ് പ്രൈസ് 14 ആണ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 4 ആണ്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 40 ആണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫൈൻഡ് ചെയ്യും. അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫൈൻഡ് ചെയ്യാം, കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് ഫൈൻഡ് ചെയ്യാം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഫൈൻഡ് ചെയ്യാം, കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് ഫൈൻഡ് ചെയ്യാം. സർ സെയിൽസ് റവന്യൂ 14 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് സെയിൽസ് Price. റവന്യൂ അല്ല, സെല്ലിംഗ് പ്രൈസ് ആണ് 14, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് 4, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് 40. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഫൈൻഡ് ചെയ്യാം, CM പെർ കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റും ഫൈൻഡ് ചെയ്യാം. ഓക്കെ, പത്ത് യൂണിറ്റ് ആണുള്ളത് കേട്ടോ. ഇവിടെ സർക്കിൾ ചെയ്തിട്ടുണ്ട്, 10 യൂണിറ്റ് ആണുള്ളത്. കോൺട്രിബ്യൂഷൻ മാർജിൻ 100 ആണ്. കോൺട്രിബ്യൂഷൻ മാർജിൻ 100 ആണ്. എങ്ങനെ? കോൺട്രിബ്യൂഷൻ മാർജിൻ 100. അതെ, കോൺട്രിബ്യൂഷൻ മാർജിൻ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 60 ആണോ? അതെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 60 എന്ന് കിട്ടി. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 60 എന്ന് കിട്ടി. കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് എത്ര? CM പെർ യൂണിറ്റ്. 10. കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് 10. അതെ, ഓക്കെ, എല്ലാവരും ചെയ്തിട്ടുണ്ടോ? ആർക്കും കിട്ടാത്തല്ലോ? ചെയ്തുകൊണ്ടിരിക്കുകയാണോ ശിവാനി? ആ സർ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് പറയാട്ടോ. ഓക്കെ, 60 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 60. കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര എന്നുള്ളതാണ്. ടോട്ടല് 100 ആണെന്നുള്ളത് നിനക്ക് കിട്ടിയിട്ടുണ്ടാവും ഓൾറെഡി. ഓക്കെ, അപ്പോ ഒരു യൂണിറ്റിന് എത്രയാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ എന്നുള്ളതാണ് ചോദിച്ചത്. പെർ യൂണിറ്റ് എത്ര? ഓക്കെ, ഗുഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരുന്നത് മുതൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ആൻസർ അയക്കുമ്പോൾ ചാറ്റ് ബോക്സിൽ എൻ്റെ വിദ്യാരൂപന്റെ അക്കൗണ്ടിക്ക് മാത്രമാക്കിയിട്ട് അയക്കുക കേട്ടോ. എനിക്ക് മാത്രം ചാറ്റ് കാണുന്ന രൂപത്തിൽ. കാരണം ഇതിപ്പോ ശിവാനിക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും 60 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ അതിൽ ഫൈൻഡ് ചെയ്യുന്നതിന് ഒരു ത്രില്ലില്ലല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ഇനി ഇതൊക്കെ ചെറിയൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ തന്നാലും അത് പ്രോപ്പർ ആയിട്ട് ചാറ്റ് ബോക്സിൽ
അറിയിക്കുക. ഓക്കെ, അപ്പൊ അതിൽ തെറ്റാണെന്നുണ്ടെങ്കിലും ശരിയാണെന്നുണ്ടെങ്കിലും തെറ്റ് ശരി എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് ബാക്കിയുള്ളവർക്കൊന്നും ഫൈൻഡ് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ല. ഓക്കെ, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. ഓക്കെ, എനിവേസ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു കോൺട്രിബ്യൂഷൻ മാർജിൻ മോഡൽ ഒന്ന് പ്രോപ്പറായിട്ട് അറിയാനും കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും കൂടിയാണ്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് പ്രോപ്പറായിട്ടുള്ളത്? നമ്മളുടെ 10 into 14 എന്നതാണ് എന്തായിട്ട് വന്നിട്ടുള്ളത്? 140 ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, 10 into 40 ആണ് 114 ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു മിനിറ്റ്, 140 sir. 140 ആണ്. ഓക്കെ, 140. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് എത്രയാണ് വന്നിട്ടുള്ളത്? വേരിയബിൾ കോസ്റ്റ് എത്ര വന്നിട്ടുള്ളത്? 10 into 4, ദാറ്റ് മീൻസ് 40. ഓക്കെ, അപ്പോൾ ഇതിന്റെ വേരിയേഷൻ ഇവിടെ വരും 100. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു സംഭവം CM per യൂണിറ്റ് ആണ് നമ്മളുടെ ഇനി വരുന്ന CVP നെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു സാധനമാണ് CM per യൂണിറ്റ്. എന്താണ് CM per യൂണിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ 10 യൂണിറ്റ് ആണ് ഇൻറ്റു 10. ഓക്കെ, CM per യൂണിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്താണ്? 10 ആണ്. ഓക്കെ, ഇതാണ് CM per യൂണിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 60 എന്നുള്ളത് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. CM per യൂണിറ്റ് കേട്ടോ, CM per യൂണിറ്റ് ഇൻറ്റു യൂണിറ്റ്സ് ആണ് എന്ത്? CM per യൂണിറ്റ്സ് ഇൻറ്റു യൂണിറ്റ്സ് ആണ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ. ഓക്കെ, യൂണിറ്റ്സ് ആയിട്ടുള്ള 10ഉം CM per യൂണിറ്റ് ആയിട്ടുള്ള 10ഉം. ഓക്കെ, അതാണ് എന്ത്? ടോട്ടൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ മാർജിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? പ്രോപ്പറായിട്ട് നോട്ട് ചെയ്തിട്ടില്ലേ? ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഇത്രയും ടൈം ഒക്കെ പറഞ്ഞിട്ടുള്ളത് ബേസിക്സ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? യെസ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും റിപ്ലൈ ചെയ്യുമ്പോൾ വോയിസ് അൺമ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ നിങ്ങളുടെ ക്യാമറ പ്രോപ്പറായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. കാരണം ഈ സ്ക്രീനിൽ ഞാൻ എഴുതുന്നതൊക്കെ പ്രോപ്പറായിട്ട് ടൈമിങ്ങിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ പ്രോപ്പറായിട്ട് നോക്കുന്നത്. ഓക്കെ, രണ്ട് രീതിയിലല്ലേ ഷെയർ ചെയ്തിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ രണ്ട് ഡിവൈസ് എന്നാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് നെറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലാതെ അത് ഇവിടെ വരുന്നുണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാവാത്തതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നതിന് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഓക്കെ, Okay sir. sir. ഓക്കെ, വീണ്ടും നമ്മൾ CVP അതിലോട്ടെത്തി. CVP-യിലോട്ടെത്തി. കോസ്റ്റ്, വോള്യം, പ്രോഫിറ്റ്. കോസ്റ്റ്, വോള്യം, പ്രോഫിറ്റ്. ഓക്കെ, ഇപ്പൊ ഇത്രയും സമയം നമ്മൾ എന്ത് പറഞ്ഞു? കോസ്റ്റ് എന്താന്നുള്ളത് പറഞ്ഞു. ഓക്കെ, കോസ്റ്റ് എന്താന്നുള്ളത് നമ്മൾ ഇത്രയും ടൈം പ്രോപ്പറായിട്ട് എലമെന്റ്സ്, നേച്ചർ, കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്താണ് വോള്യം? എന്താണ് മക്കളെ വോള്യം? വോള്യം എന്താ? ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി QT/. ക്വാണ്ടിറ്റി നമ്മളുടെ പ്രൊഡക്ഷൻ, നമ്മളുടെ സെയിൽസ് യൂണിറ്റ്സ്
ഒക്കെ എന്താണ് വോളിയൂംസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ കൂടുതലായിട്ട് ഇൻഡെപ്ത് ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, ഓക്കെ, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് മീറ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ടാർഗറ്റ് ചെയ്ത പ്രോഫിറ്റ് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് ഇപ്പോൾ ഒരു കമ്പനിക്ക് റെന്റ് 800 ആണ്. ഓക്കെ, മെയിൻ ആയിട്ട് വരുന്ന റെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 800 ആയിട്ടുള്ള റെന്റ് വരുന്നത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് വോളിയം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ഷൻ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം, അതിൽ എത്ര ക്വാണ്ടിറ്റി സെയിൽ ചെയ്താലാണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്ത് ഫുള്ള് സെയിൽ ചെയ്യണമെന്നുണ്ടോ? പ്രൊഡ്യൂസ് ചെയ്ത് ഫുള്ള് സെയിൽ ചെയ്യണമെന്നുണ്ടോ? ഇല്ല. 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 ഓക്കെ, അപ്പോ നമ്മൾ സെയിൽ ചെയ്ത യൂണിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കോൺട്രിബ്യൂഷൻ മാർജിൻ മോഡൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഇട്ടിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വരുന്ന കോസ്റ്റ്, അത് അത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ടോട്ടൽ വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിലും, അതിന് യൂസ് ചെയ്യുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇൻകം സ്റ്റേറ്റ്മെന്റിനോട് ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, പ്രോഫിറ്റ് എന്താണ്? അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ സെയിൽ ചെയ്തതെന്ന് നമുക്ക് വരുന്ന കോസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, സിമ്പിൾ. എന്താണ് പ്രോഫിറ്റ്? സെയിൽസ്. നമ്മൾ സെയിൽ ചെയ്ത് നമുക്ക് എത്രയാണോ റവന്യൂ വരുന്നത് അതിൽ നിന്ന് നമ്മളുടെ കോസ്റ്റുകളൊക്കെ കുറച്ചിട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? പ്രോഫിറ്റ്. ഓക്കെ, എന്താ നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. കൂടുതലായിട്ട് വെറുതെ നമ്മൾ കുറെ കാര്യങ്ങൾ നോട്ടിലൊക്കെ എഴുതിയിട്ട് നമ്മളത് മനപ്പാടാക്കുന്നതിനേറെ നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ഓരോന്നും ഓരോ കാര്യങ്ങൾക്ക് ഒരു പിക്ചറൈസേഷൻ വേണം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഈ നമ്മളുടെ ഡിസിഷൻ അനാലിസിസിൽ മെയിൻ ആയിട്ട് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നമ്മളെ പിക്ചറൈസേഷനിൽ വരേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് ഉണ്ടാവുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്? ഓക്കെ, ആ രീതിയിൽ പിക്ചറൈസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഓരോ എക്സാമ്പിളും നമ്മൾ തന്നെ നമ്മളുടെ മൈൻഡിൽ ബിൽഡ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, പ്രോപ്പറായിട്ട് നമ്മളുടെ മൈൻഡിൽ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വരും. ആ ഒരു എക്സാമ്പിൾ പ്രോപ്പറായിട്ട് സൈഡിൽ നമുക്ക് ഏറ്റവും മനസ്സിലാവുന്ന രൂപത്തിൽ, നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒന്ന് പിക്ചറൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ മലയാളത്തിൽ എഴുതി വെച്ചിട്ടോ ഒക്കെ ആ ഒരു രീതിയിൽ അവിടെ ബോക്സിൽ എഴുതിയിട്ട് നമ്മൾ വെക്കുക. ഓക്കെ, ഈ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കാനൊന്നല്ലല്ലോ, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എങ്ങനെയാണോ നമ്മളുടെ നോട്ട് വേണ്ടത് ആ രീതിയിൽ എഴുതി വെച്ച് പോവുക. ഓക്കെ, അപ്പോ സി വി പിന്റെ എന്താണ് സി വി പി ഞാൻ എന്നുള്ളത്? ഇറങ്ങട്ടെ. ഓ, ആയിക്കോട്ടെ. ഓക്കെ, ഈ റെക്കോർഡിംഗ് ഇന്ന് കിട്ടുമല്ലോ അല്ലെ? അത് റെക്കോർഡിംഗ് സാർ ത്രൂ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ റെക്കോർഡിംഗ് ഓൾറെഡി ചെയ്യുന്നുണ്ട്, ഇതിന്റെ ബാക്കി പ്രോസസ് ഒക്കെ സാറാണ്. ഓക്കെ, അപ്പോൾ സാറിനോട് ത്രൂ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോ ഇനി നമ്മൾ സി വി പി എന്താന്നുള്ളത് കുറച്ച് പോയിന്റ്സ് ആക്കിയിട്ട് ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, സി വി പി builds a relationship between cost, volume and profit. Okay, CVP build a relationship between cost, volume and profit. CVP എന്താണ്? ഒരു കോസ്റ്റിന് വോള്യത്തിന് പ്രോഫിറ്റിന്റെ ഇടയിലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ്, രണ്ടാമത്തെ പോയിന്റ് ആണ്, ഇറ്റ് ഹെൽപ്സ് ദ കമ്പനി
the company to find the volume വോളിയം എങ്ങനെ ആയിരിക്കും? ഇൻ യൂണിറ്റ്സിലായിരിക്കും കേട്ടോ. വോളിയം ഇൻ യൂണിറ്റ്സിലായിരിക്കും. ഇൻ യൂണിറ്റ്സ് ആൻഡ് ഡോളേഴ്സിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇൻ യൂണിറ്റ്സ് ആൻഡ് ഡോളേഴ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, റിക്വയർഡ് ടു ബ്രേക്ക് ഇവൻ ബ്രേക്ക് ഇവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രേക്ക് ഇവൻ? നോ നഷ്ടമില്ല, Profit. ലാഭമില്ല. ഓർ ലോസ്. അതെ, നഷ്ടമില്ല ലാഭമില്ല. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് എന്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. CVP അനാലിസിസ് നമുക്ക് എന്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോഫിറ്റും അല്ല ലോസും അല്ലാത്ത പോയിന്റ് ഉള്ള എത്ര വോളിയം പ്രൊഡ്യൂസ് ചെയ്താലാണ് നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള പോയിന്റ് എന്നുള്ളത് മനസ്സിലാക്കാനും ഫൈൻഡ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് CVP അനാലിസിസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ്. ജസ്റ്റ് പോയിന്റ്സ് ആക്കിയിട്ട് നിങ്ങളുടെ നോട്ട്സിൽ ഉണ്ടായിരിക്കേണ്ട പോയിന്റ്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് പറയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇറ്റ് മേ ആൾസോ helps the company to find the volume same in units and dollarsലും യൂണിറ്റ്സിലും. okay, to find the volume required to achieve a certain level of targeted profit. To achieve a certain level of targeted profit. അതായത് മനസ്സിലായില്ലേ? നമ്മൾ ഒരു സർട്ടൻ പ്രോഫിറ്റ്, നമ്മൾ വിചാരിക്കുന്ന എത്ര പ്രോഫിറ്റ് ആണോ നമ്മൾ ഏൺ ചെയ്യാൻ ടാർഗറ്റ് ചെയ്യുന്നത്, അത് എങ്ങനെ മീറ്റ് ചെയ്യാം, അതിന് വേണ്ട എത്ര യൂണിറ്റ്സ് ആണ്, അതിന് വേണ്ട എത്ര ഡോളേഴ്സ് ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് ചെയ്യാൻ അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ നോട്ട് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? യെസ് സർ. അപ്പൊ ഇന്ന് പഠിച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടില്ല. കുറെ ബേസിക്സ് പറഞ്ഞു. പിന്നെ അതിൽ തന്നെ നമ്മൾ CVP എന്താന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള CVPന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ്സും, അതായത് CVP എന്താന്നുള്ളതിൽ തിയറി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാണ് എന്നുണ്ടെങ്കിൽ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ചോദിക്കാനുള്ള ചാൻസ്. ഓക്കെ, ഒരു ചാൻസ് ആണ്. ഓക്കെ, അപ്പോ CVP എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, CVP അനാലിസിസ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അത് എന്നുള്ളതും, പിന്നെ എത്ര യൂണിറ്റ്സ് വേണം നമ്മളുടെ ബ്രേക്ക് ഇവൻ പോയിന്റിലോട്ട് എത്താൻ, എത്ര യൂണിറ്റ്സ്, ഒരു പ്രോഫിറ്റും ഒരു ലോസും ഇല്ലാത്ത പോയിന്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ്സ് സെയിൽ ചെയ്യണം എന്നുള്ളതും, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എത്താനും വേണ്ടിയിട്ട് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര യൂണിറ്റ് സെയിൽ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് എന്ത് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമിന് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എക്സാമിന് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടോ? MCQ ഒക്കെ ആണെന്ന് കേട്ട്. തിയറി ക്വസ്റ്റ്യൻസ് മീൻസ് അതായത് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് അല്ലാത്ത ഒക്കെ MCQ ആണ്. MCQയിലും തിയറി ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇപ്പൊ കൂടുതലായിട്ട് എക്സാമിന്റെ പാറ്റേൺ കൂടുതലായിട്ട് നമ്മളെ പല സ്റ്റുഡൻസും എക്സാം എഴുതിയിട്ട് അവർ പറയുന്നത് കൂടുതലായിട്ട് തിയറി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് പ്രോബ്ലം ഏരിയസ് നിന്ന് എങ്ങനെ തിയററ്റിക്കൽ ആയിട്ട് ചോദിക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഇൻഡെപ്ത് ആയിട്ട് അതിന്റെ എല്ലാ ആംഗിളിൽ നിന്നും ചിന്തിച്ചുകൊണ്ട് പഠിക്കുക. ഓക്കെ, എന്നാലേ നമുക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള
അതിന്റെ എല്ലാ ഡയമെൻഷൻസും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ സർ. ഓക്കെ ഓക്കെ ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഒരു ഷോപ്പാണ്. ഓക്കെ, ഒരു ഷോപ്പാണ്. ഇതില് പെന്നാണ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നത്. ഓക്കെ ഓക്കെ ഇതിന് ഡെയിലി റെന്റ് വരുന്നത് 40 ആണ്. ഓക്കെ, ഇതിന് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് 4 സെല്ലിംഗ് പ്രൈസ് 14. ഓക്കെ, നമ്മൾ നേരത്തെ പറയുന്ന ടൈപ്പ് ഓഫ് തന്നെ അതേ ഫിഗേഴ്സ് വെച്ചിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് ഒരു പെന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഷോപ്പ്, ABC എന്ന് പറയുന്ന ഒരു ഷോപ്പ്. ഓക്കെ, എന്തെങ്കിലും ഒരു പേരിലുള്ള ഷോപ്പ്. ഓക്കെ, അപ്പോ അതില് ആ ഒരു ബിൽഡിങ്ങിന് റെന്റ് ആയിട്ട് വരുന്നത് $40 ആണ്. ഒരു ദിവസം ഡെയിലി റെന്റ് $40 ആണ്. ഒരു പെന്നിന് നമുക്ക് വേരിയബിൾ ആയിട്ടുള്ള അതിന്റെ മെറ്റീരിയലിന് കാര്യങ്ങൾക്ക്, പെന്ന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റീരിയലിന് കാര്യങ്ങൾക്കൊക്കെ വേരിയബിൾ ആയിട്ട് വരുന്ന കോസ്റ്റ് $4 ആണ്. നമ്മളത് വിൽക്കുന്നത് $14. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് ഇതില് ബ്രേക്ക് ഈവൻ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും? ബ്രേക്ക് ഈവൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം? ഓക്കെ, എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം നിങ്ങൾ പറഞ്ഞേ. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ ഇടുക കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലാണ് നമുക്ക് നമ്മളുടെ കോസ്റ്റ് കവർ ചെയ്ത് പോകുന്നത്? അതാണല്ലോ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇതാണല്ലോ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് ഈവൻ ആവണമെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം? ഓക്കെ, മുബഷിർ കറക്റ്റ്. ഓക്കെ, ഇവിടെ ബാക്കിയുള്ളവരുടെ ആൻസർ അയക്കൂ. ശിവാനി, ആരാധന, എവിടെ ആൻസർ? എവിടെ അയക്കൂ. ആരാധന തെറ്റാണ്. എവരി വണ്ണിലല്ല എഴുതേണ്ടത്. ഓക്കെ,
എവരി വണ്ണിലല്ല ഇടേണ്ടത്, പ്രൈവറ്റ് മെസ്സേജ് ആക്കിയിട്ടാണ് ഇടേണ്ടത് കേട്ടോ. ആരാധന, നീ അയച്ചത് തെറ്റാണ്, ഒന്നുകൂടി ട്രൈ ചെയ്യും. ട്രൈ അഗെയിൻ. ഓക്കെ സർ. ഓക്കെ. സാർ എനിക്ക് ക്ലിയർ ആയില്ല. കിട്ടിയിട്ടില്ല? എനിക്ക് മനസ്സിലായില്ല ഏതാ ഞാൻ ചെയ്യേണ്ടത്. സർ ഓക്കെ, 4 കുഴപ്പമില്ല കുഴപ്പമില്ല. എങ്ങനെ? 4 ആണോ? അതെ, 4 ആണ്. നമ്മൾ അതിനെക്കുറിച്ച് ശിവാനി, നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, പേടിക്കണ്ട. നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ തരുമ്പോഴും ഫസ്റ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിന് നിങ്ങൾ ചിലപ്പോൾ വേറെ രീതിയിലാവും ഒരു ആൻസർ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു വേ അതിൽ പറഞ്ഞു തരുമ്പോഴാണ് നിങ്ങൾക്ക് അതുകൊണ്ട് 2 ഡയമെൻഷൻ, അപ്പൊ തന്നെ നിങ്ങൾക്ക് 2 രീതിയിൽ ആ ആൻസറിനെ ഫൈൻഡ് ചെയ്യുന്ന കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടും നമ്മൾ 2 വട്ടം ഡിസ്കസ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 2ഓ 3ഓ വട്ടം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരും. എന്നിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പോഴാണ് പ്രശ്നമുള്ളത്. ഓക്കെ 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 സർ. ഓക്കെ, അപ്പോ നമ്മള് കുറച്ച് ആൾക്കാരൊക്കെ ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഗുഡ്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ വരുന്ന കോസ്റ്റുകൾ ഏതൊക്കെ? ഒന്ന് ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള ഇതാണ്. ഡെയിലി റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഫിക്സഡ് കോസ്റ്റ് ആണ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ് 40. നമുക്ക് വരുന്ന വേരിയബിൾ കോസ്റ്റ് ആണ് ഈ 4. ഓക്കെ, ഈ 4. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ഈ കോസ്റ്റ് ഒക്കെ എത്ര യൂണിറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് മീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ ഓക്കെ, ഓക്കെ സർ. നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, സെയിൽസ് റവന്യൂ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ. ഓക്കെ, അതിൽ നിന്നും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്താൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നോ ലോസ് നോ പ്രോഫിറ്റ്. ഓക്കെ, നോ ലോസ് നോ പ്രോഫിറ്റ് ആകുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ത് കിട്ടിയാൽ മതി? 0 കിട്ടിയാൽ മതി. ഓക്കെ, പോരെ? 0 കിട്ടിയാൽ പോരെ? നമ്മളുടെ ഫിക്സഡ് കോസ്റ്റ് എത്ര വരുന്നത്? ഫിക്സഡ് കോസ്റ്റ് എത്ര വരുന്നത്? 40. ഓക്കെ, ഈ 40 നമ്മൾ, അതായത് ഈ 40 നമ്മൾ കവർ ചെയ്തിട്ട് ഏതോ ഒരു സംഖ്യയിൽ നിന്നും നമ്മൾ 40 ലെസ് ചെയ്യുമ്പോൾ 0 ആവുന്നു. അതല്ലേ ഉദ്ദേശിക്കുന്നത്? അല്ലേ? യെസ് ഓക്കെ, സർ. അതായത് നമ്മളുടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ അപ്പൊ എന്താവും? ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിനും 40 ആയാലേ 40 മൈനസ് 40 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ Yes, sir. എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? എത്ര യൂണിറ്റ്സ് ആണ് എന്നുള്ളതല്ല ഫൈൻഡ് ചെയ്യേണ്ടത്. സെല്ലിംഗ് പ്രൈസ് മൈനസ്, അതായത് SP മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് കിട്ടും. ഇല്ലേ? കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് കിട്ടൂലേ? ഇതൊക്കെ പെർ യൂണിറ്റിലാണ് ഇവിടെ പറയുന്നത്.
ഇപ്പുറത്ത് ഈ എഴുതിയിട്ടുള്ളത് ഫുൾ ടോട്ടലും, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫുൾ പെർ യൂണിറ്റിലുമാണ്. ഓക്കെ, അപ്പോ എസ് പി എത്ര വരുന്നത്? എസ് പി ഇവിടെ തന്നിട്ടുണ്ട് 14. വേരിയബിൾ കോസ്റ്റോ തന്നിട്ടുണ്ട് 4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10. ഓക്കെ, 10 CM പെർ യൂണിറ്റ് കിട്ടി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ്സ് ആണ് ഇതിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുക? ഇതിന്റെ ടോട്ടൽ ഇവിടെ ഇല്ലേ? യൂണിറ്റ്സ് എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്? ടോട്ടലിൽ നിന്നും പെർ യൂണിറ്റ് ഡിവൈഡ് ചെയ്താൽ പോരെ? ഓക്കെ അതാ 40ൽ നിന്നും 10 ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? 4 യൂണിറ്റ് എന്നുള്ളത് നമ്മളുടെ ബ്രേക്ക് ഇവൻ ആയിട്ടുള്ള യൂണിറ്റ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഇതിന്റെ ഒരു വേ ഓഫ് മെത്തേഡാണ് ഇത് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, സർ. അപ്പോ ഇത് നമ്മൾ എന്താണ്, ഇത് പ്രോപ്പർ നമ്മളുടെ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇൻകം സ്റ്റേറ്റ്മെന്റിനെ റിവേഴ്സ്ലി ഓർഡറിൽ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്തതാണ്. ഓക്കെ അല്ലേ? ശരിക്കും നമ്മൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇതിലെ കൺസെപ്റ്റ് എന്താണ്? നമുക്ക് ബ്രേക്ക് ഇവൻ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് എന്താണ്? നമ്മളെ പ്രോഫിറ്റും ലോസും ഇല്ല. അപ്പൊ എന്തായിരിക്കും? അത് 0 ആയിരിക്കും. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടത്? നമ്മളുടെ വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളുടെ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടുള്ളതും കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതിനെ കൺസെപ്ച്വലി എങ്ങനെ പഠിക്കാന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ, അതാണ് ഇതിന്റെ കൺസെപ്റ്റ്. അതായത് എത്ര യൂണിറ്റ്സ്, പ്രോഫിറ്റ് ഇല്ല, ലോസ് ഇല്ല, അപ്പോൾ എത്ര യൂണിറ്റ്സ് നമ്മളുടെ കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ സെയിൽ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ഷന് എല്ലാതും സെയിൽ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, എത്ര യൂണിറ്റ്സ് സെയിൽ ചെയ്യണം. ഓക്കെ, അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. ഇതിനെ നമ്മളൊരു ഇക്വേഷനിലോട്ട് ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇക്വേഷനിലോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്താണ് ഫൈൻഡ് ചെയ്തത്? ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സ്. ഇത് അതിന്റെ ഷോർട്ടാണ്, ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു total fixed cost divided by contribution margin per unit. Contribution margin per unit എന്തുകൊണ്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ ഈ കോൺട്രിബ്യൂഷൻ മാർജിനിൽ നമ്മൾ എന്ത് കവർ ചെയ്യും? നമ്മൾ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ത് ലെസ് ചെയ്തിട്ടുള്ളതാ? സെയിൽസ് റവന്യൂ. അതായത് പെർ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്തിട്ട്, അതായത് ഒരു കോസ്റ്റ് നമ്മൾ അവിടെ കവർ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് കിട്ടുന്നത്. വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്തിട്ടാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് കിട്ടുന്നത്. പിന്നെ നമുക്ക് എന്തുകൂടി കവർ ചെയ്യാനുള്ള യൂണിറ്റ്സ് മതി? അതായത് ഫിക്സ്ഡ് കോസ്റ്റും കൂടി കവർ ചെയ്യാനുള്ള യൂണിറ്റ്സ് മതി. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഡിനോമിനേറ്ററിൽ എന്ത് വന്നിട്ടുള്ളത്? കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മളിപ്പോ നേരത്തെ ഇവിടെ റിവേഴ്സിൽ ചെയ്തപ്പോൾ ഇവിടെ 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? ഓൾറെഡി 40 ആണ് തന്നിട്ടുണ്ട്. ഈ 40 കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോൺട്രിബ്യൂഷൻ മാർജിൻ ഉണ്ട് എന്നല്ല നമ്മൾ നോക്കിയത് അല്ലേ? ഓക്കെ, അപ്പോ സെയിം ആയതുകൊണ്ട് ഇവിടെ എന്താണ്? ഇവിടെയും 40 ആയിരിക്കും. അപ്പൊ ഇതിൽ എത്ര യൂണിറ്റ്? ഈ TFC എന്ന് പറയുന്നതല്ലേ, ഇവിടെ വരുന്ന TFC എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഈസ് ഈക്വൽ ടു ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ അല്ലേ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്ന TFC ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും ഇവിടെ ഇതും ഈക്വൽ ആവുമ്പോഴാണല്ലോ, ഇത് രണ്ടും ഈക്വൽ ആവുമ്പോഴാണല്ലോ ഇവിടെ 0 കിട്ടുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഈ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, ഈ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്തിന് ഈക്വൽ ആണ്? ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ, നമ്മൾ ലാസ്റ്റ് ചെയ്തില്ലേ എന്താണ്? ടോട്ടലിന് കോൺട്രിബ്യൂഷൻ മാർജിൻ പെർ യൂണിറ്റ് ഡിവൈഡ് ചെയ്തു. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ
ഓക്കെ സർ. അപ്പോൾ നമ്മളൊരു ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഈ ബ്രേക്ക് ഇവൻ യൂണിറ്റ്സ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് TFC തന്നെയാണ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വരണം. ഓക്കെ ഓക്കെ അപ്പോ ഇതാണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ കിട്ടിയ ഒരു രീതിയിൽ നിങ്ങൾ എഴുതി വെച്ചില്ല, ഈ എക്സാമ്പിളിന്റെ ആൻസർ ആയിട്ട് ഒന്ന് എഴുതി വെച്ചിട്ടില്ലേ എങ്ങനെയാന്നുള്ളത്? Yes, sir. അത് എഴുതി വെച്ചതിന്റെ അണ്ടറിൽ ഈ ഒരു ഇക്വേഷൻ എഴുതി വെച്ചതിന്റെ അണ്ടറിൽ, അതായത് എക്സാമ്പിൾ എഴുതി, ആദ്യം എക്സാമ്പിൾ എഴുതി, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ നിങ്ങൾ എഴുതി, എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇത് എഴുതാം. ഓക്കെ, ഇത് എഴുതിയിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യനെ ജസ്റ്റ് ഒന്നും കൂടി സോൾവ് ചെയ്യുക കേട്ടോ. പ്രോപ്പർ ഇക്വേഷൻ എഴുതിയിട്ട് ഇക്വേഷൻ വെച്ചിട്ടും കൂടി അത് നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ യെസ് സർ. എങ്ങനെയാണ് ബ്രേക്ക് ഇവൻ യൂണിറ്റ്സ് ഫൈൻഡ് ചെയ്യുന്നത് എന്നുള്ളത്? ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ TFC എന്നുള്ളത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിനും സെയിം ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം കേട്ടോ. ചില ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഒന്നും തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, പല കാര്യങ്ങളും തരാതെ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പൊ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കണം. പോകെ പോകെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും. പല ടൈപ്പ്, പല വേരിയന്റിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ പോവുള്ളൂ കേട്ടോ. എഴുതി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. കഴിഞ്ഞു, sir. ഓക്കെ 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 എല്ലാവരും കഴിഞ്ഞിട്ടില്ലേ? ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അടുത്ത ടോപ്പിക്ക്, അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ പോകട്ടോ. വൺസ് കൺസെപ്റ്റ്, നമ്മളുടെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ടീച്ചിങ്ങിന്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ടീച്ചിങ്ങിന്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് എന്താന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, വൺസ് കൺസെപ്റ്റ് ക്ലിയർ ആയാൽ ആ കൺസെപ്റ്റിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് ആ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ അതും കൂടി എപ്പോഴും ചിന്തിക്കണം. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ആൻസറിലോട്ട് എത്ര പെട്ടെന്ന് എത്തുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ആവശ്യം. ലിമിറ്റഡ് ടൈമിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആൻസറിലോട്ട് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. ഓക്കെ, അപ്പോ അതും കൂടി, ആ രീതിയിലും കൂടി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ കാൽക്കുലേറ്റർ സ്കില്ല് കാര്യങ്ങൾ ഒക്കെ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് വളരെ കുറഞ്ഞ ടൈം കൊണ്ട് വിത്തിൻ 1 മിനിറ്റ് ഓക്കെ ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കേപ്പബിൾ ആവുക. ഓക്കെ, എന്നാലേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിതൊക്കെ പഠിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എക്സാം ക്രാക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ആ രീതിയിലും കൂടി ചിന്തിക്കുക. പിന്നെ പഠിക്കുന്നത് മനസ്സിലാക്കി പഠിക്കുക. അതിപ്പോ നിങ്ങൾക്ക് വർക്കിനും യൂസ്ഫുൾ ആവും. ഓക്കെ, അതാണ് ഫസ്റ്റ് കൺസെപ്റ്റ് പഠിക്കുക. എന്നിട്ട് എക്സാം പ്രാക്ടീസ് രീതിയിൽ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കുക. ഓക്കെ, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ ആണ്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 54,000. സെല്ലിംഗ് പ്രൈസ് 25. ഇതൊക്കെ ഡോളറാണ്. നമ്മൾ USCMA പഠിക്കുന്നതുകൊണ്ട് നമ്മൾ ഇടുന്ന ഓരോ എമൗണ്ടും എന്താണ് ഡോളറിലാണ് കേട്ടോ വരിക. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡോളർ ടൺ വേരിയബിൾ കോസ്റ്റ് per unit ഡോളർ ടൺ. ഓക്കെ, കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ബ്രേക്ക് പോയിന്റ് യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ്. ഓക്കെ, അല്ലെങ്കിൽ BEP യൂണിറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇതൊന്ന് ഫൈൻഡ് ചെയ്തേ. ഫൈൻഡ് ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ പ്രൈവറ്റ് മെസ്സേജ് ആയിട്ട് ഓരോരുത്തരും അതിന്റെ ആൻസർ ടൈപ്പ് ചെയ്തയക്കോട്ടോ. ആരാധന കറക്റ്റ് ആണ്. ബഷീർ കറക്റ്റ് ആണ്.
എന്തായി ശിവാനി? എന്താ അവസ്ഥ? കഴിഞ്ഞിട്ടുണ്ടോ? സാർ ഒരു മിനിറ്റ്. ഓക്കെ. എന്തായി? കിട്ടിയിട്ടുണ്ടോ? എന്താ അവസ്ഥ? ഡിസ്കസ് ചെയ്യണോ അതോ വെയിറ്റ് ചെയ്യണോ? ശിവാനി? ഓക്കെ, ഒരു മിനിറ്റ്. അല്ല, ഇതല്ല. എത്ര യൂണിറ്റ്സ് വേണം എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. എത്ര യൂണിറ്റ്സ്? ഓക്കെ ശിവാനി, നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ശിവാനി ചോദിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഇവിടെ ബ്രേക്ക് ഇവൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ കോസ്റ്റ് കവർ ചെയ്യണം? ഏതൊക്കെ കോസ്റ്റ് കവർ ചെയ്യണം? ഈ 54,000 ആയിട്ടുള്ള TFCയും ഈ വേരിയബിൾ കോസ്റ്റ് ആയിട്ടുള്ള 10ഉം. ഓക്കെ,
അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എസ് പി മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സി എം പെർ യൂണിറ്റ് കിട്ടും. എസ് പി എത്ര? 25 ലെസ് 10. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 15 എന്നുള്ളത് സി എം പെർ യൂണിറ്റ് ആയിട്ട് കിട്ടും. ഈ 15, ഈ ടി എഫ് സി നമ്മൾ നേരത്തെ പറഞ്ഞു, ടി എഫ് സി എന്താണ്? ടോട്ടൽ സി Sir, എം. ഒരു minute. Sir, formula എഴുതിയില്ല. എങ്ങനെ? SP minus variable cost per unit CM per unit ഉള്ളത് അത് എഴുതിയിട്ടായിരുന്നില്ല. എങ്ങനെ? Sir, ഇവിടെ എഴുതിയിട്ടില്ലേ? SB minus variable cost per unit is equal to ഇതാണോ? cost. അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് എനിക്ക് ക്ലിയർ ആവുണ്ടായിരുന്നില്ല. ഞാൻ ഓക്കെ വേറെ ഏതൊക്കെയാ ഫോർമുല എഴുതി. ഓക്കെ 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 അത് എഴുതിയാൽ പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഈ ടി എഫ് സി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കൂടിയാണ്. അപ്പൊ എന്താണ്? ടി എഫ് സി ഓർ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ എന്താണ്? സി എം പെർ യൂണിറ്റ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ് എന്നുള്ളത് കിട്ടും. അതായത് 54,000 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ 54,000 ഡിവൈഡഡ് ബൈ 15 ചെയ്ത് 3,600 യൂണിറ്റ്സ് എന്നുള്ളത് നമുക്ക് കിട്ടും. യൂണിറ്റ്സ്. ഓക്കെ Okay. ഓക്കെ ശിവാനി ഓക്കെ അല്ലേ? മനസ്സിലായിട്ടില്ലേ? ഓക്കെ. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് ഇനി നമ്മൾ ഇതിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പഠിക്കാം. ഓക്കെ, ഒരു കാര്യം കൂടി പഠിക്കാം. ഇതൊന്ന് പ്രോപ്പർ ആയിട്ട് എഴുതി തരാം കേട്ടോ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പഠിക്കാം. അതെ, ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ് ഇസ് ഈക്വൽ ടു ടി എഫ് സി എന്ന് പറഞ്ഞാൽ ടി സി എം ആണ്. ഓക്കെ, ടി എഫ് സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്നുള്ളത് അത് എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കുന്ന പറഞ്ഞ സംഭവമാണ്. ഓക്കെ, 54,000 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ 3,600 യൂണിറ്റ്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ഓക്കെ ഇത്രയും കാര്യം ഇപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ്? ബ്രേക്ക് ഇവൻ യൂണിറ്റ്സ് ആണ്. ഇനി നമ്മളോട് ഇതിൽ നിന്ന് തന്നെ ഈ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ ബ്രേക്ക് ഇവൻ പോയിന്റ് റവന്യൂ ചോദിച്ചാൽ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ബ്രേക്ക് ഇവൻ പോയിന്റ് റവന്യൂ എന്താണ്? ബ്രേക്ക് ഇവൻ പോയിന്റ് റവന്യൂ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും യൂണിറ്റ്സ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റവന്യൂ എത്രയെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. 3,600 യൂണിറ്റ്സ് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സെയിൽസ് റവന്യൂ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ബ്രേക്ക് ഇവൻ റവന്യൂ. 90,000 ആണ്. അതാണ് സർ. 90,000. അതെ 90,000. ഓക്കെ, അതാണ് എന്ത്? നമ്മളുടെ ബ്രേക്ക് ഇവൻ റവന്യൂ. ഓക്കെ, 90,000. ഓക്കെ, അത് നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അതായത് 3,600 യൂണിറ്റ്സ് ആണ് ഇൻറ്റു നമ്മളെ സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇൻറ്റു 25 ചെയ്താൽ നമുക്ക് 90,000 എന്നുള്ള നമ്മളുടെ ബ്രേക്ക് ഇവൻ റവന്യൂ കിട്ടും. ഓക്കെ, ബ്രേക്ക് ഇവൻ റവന്യൂ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് പറഞ്ഞേ ശിവാനി, പറഞ്ഞേ, നിനക്ക് എന്താണ് ബ്രേക്ക് ഇവൻ റവന്യൂല് മനസ്സിലായിട്ടുള്ളത്? നഷ്ടമില്ല, ലാഭമില്ലാത്ത നമുക്കൊരു റവന്യൂ ഇൻകം കിട്ടണ്ടേ? നഷ്ടമില്ല ലാഭമില്ലാത്ത യൂണിറ്റ്സ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റവന്യൂ, ഇൻകം റവന്യൂ എന്ന് പറയാം. ഓക്കെ, ഇൻകം എന്നുള്ളത് ചിലപ്പോൾ പ്രോഫിറ്റ് എന്നുള്ളതിനെ നമ്മൾ പറയുന്ന രൂപത്തിലാവും. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഈ റവന്യൂന്ന് കോസ്റ്റ് ഒക്കെ കുറച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രോഫിറ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോ റവന്യൂ എന്ന് പറയാം. അത്രയും യൂണിറ്റ്സ്, അതായത് ബ്രേക്ക് ഇവൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റവന്യൂ. ഓക്കെ, റവന്യൂ എമൗണ്ട് എത്ര എന്നത് ഡോളറാണ്, മറ്റേത് യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇത് ഡോളറാണ്, മറ്റേത് യൂണിറ്റ്സ് ആണ്. സെയിൽസ് റവന്യൂ എപ്പോഴും
റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ളപ്പോഴും ഡോളറിലാണ്, മറ്റേത് യൂണിറ്റ്സിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫൈൻഡ് ചെയ്യുന്നത് ഈ ഒരു രൂപത്തിലാണ്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ ഒരു ക്വസ്റ്റ്യൻ തരാം. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ വേണോ? ഈ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇനിയും വേണോ? ആ സർ. ഒരു മിനിറ്റ്. എഴുതിക്കോളും. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും സെല്ലിംഗ് പ്രൈസും വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, SP ഒരു സർ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടോ? ക്ലാസ് ഇനിയുണ്ട്. ഇല്ല, ഈ ഒരു ഇതും കൂടി തന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ലേ സാർ, മോളുണ്ട്, അപ്പം ആൾക്കൊന്ന് വയ്യ. പിന്നെ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ആളുടെയൊക്കെ ഫുഡൊക്കെ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത്രയും കാലം ഇവിടെ ഓക്കെ ഓൺലൈൻ സ്കൂളായിരുന്നു, അപ്പൊ ഇപ്പൊ ഓഫ്ലൈനായി. നേരത്തെ ഓക്കെ ഫുഡ് ഓക്കെ കൊടുക്കുക കിടത്തുക എന്നുള്ള നിലയ്ക്കുണ്ട്. അതുകൊണ്ട് ക്ലാസ് നേരത്തെ ആവുമ്പോ ഓക്കെ ഓക്കെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് വർക്കായിട്ട് തന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ സമിൽ സാർ അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യാണ് ചെയ്യാറ്. പ്രോബ്ലം ഇങ്ങനെ ഹോംവർക്ക് ഓക്കെ തരും. ഓക്കെ ഗ്രൂപ്പില് അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതല്ലേ, അപ്പോ ഇതൊന്നും അങ്ങനെ ചെയ്യാൻ മാത്രമല്ല, ഇതൊരു 3 ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ജസ്റ്റ് 30 വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 30, 40,000 ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, ഫൈൻഡ് BP യൂണിറ്റ്സും BP റവന്യൂ ഇപ്പൊ പഠിച്ചില്ലേ, BP റവന്യൂ ഫൈൻഡ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിലല്ല അത് നിർത്താൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബാക്കി എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാതെ. അല്ലെങ്കിൽ നിൽക്കൂ, ഒരു ക്വസ്റ്റ്യനും കൂടി തരാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാം, ഇതിന്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം കേട്ടോ. Question. Contribution margin CM is 20% of SP. Contribution margin is 20% of SP. Total fixed cost 38,500. Selling price 55. BP revenue find ചെയ്യാം. ഓക്കെ, BEP റവന്യൂ ഫൈൻഡ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ മാർജിന് 20% ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണ്. 38,900 ആണോ? 9 ആണോ അത്? 38,500. 38,500. ഓക്കെ, 38,500. SP 55. ബ്രേക്ക് ഇവൻ റവന്യൂ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ബ്രേക്ക് ഇവൻ റവന്യൂ ഫൈൻഡ് ചെയ്യാം കേട്ടോ. ഈ 2 ക്വസ്റ്റ്യന് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇന്നെടുത്ത ഓരോ ടോപ്പിക്കും പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി വരും ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ
സാർ ത്രൂ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അതൊക്കെ ക്ലിയർ ചെയ്ത് പോവുക. പ്രോപ്പറായിട്ട് എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ക്ലാസ്സിലോ അല്ലെങ്കിൽ സാർ ത്രൂവോ കോൺടാക്ട് ചെയ്തിട്ട് പറയുക. എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് വേണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ സാറിനോട് ത്രൂ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യന് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ട് വരാം. അപ്പോൾ നാളത്തെ ക്ലാസ് വരെ ബൈ. ഓക്കെ ബൈ സർ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. സർ ഞാൻ ഒരെണ്ണം ചെയ്തു, എന്റെ ആൻസർ പറയണം. ഓ, പറഞ്ഞോളൂ. BEP 4000 ആണോ? BEP യൂണിറ്റ് BEP യൂണിറ്റ് 4000 യൂണിറ്റ്സ് ആണോ? ഏതിന്റെ ചെയ്തത്? ഈ ഫസ്റ്റത്താണോ ചെയ്തത്? ഫസ്റ്റ് ഫസ്റ്റ് 40,000 തന്ന TFC. അല്ല, അതിന്റെ BEP യൂണിറ്റ്സ് വരുന്നത് BEP 2000. യൂണിറ്റ്സ് 2000 അല്ലേ? 2000, അതെ. പിന്നെ BEP റവന്യൂ 1 lakh. അതെ അതെ അതെ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി നിന്റെ ഡൗട്ട് ചോദിച്ചോ, ശിവാനിയുടെ ഡൗട്ട് ചോദിച്ചോ, ക്ലിയർ ചെയ്തിട്ട് പോവാം. ഞാൻ ലീവ് ചെയ്തോട്ടെ? ഓ, ലീവ് ചെയ്തോ. ഓക്കെ അല്ല സർ, എന്റെ തെറ്റ് പറ്റിയതാ, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റിയതാ. ഓക്കെ. കറക്റ്റ് അല്ലേ? അപ്പൊ ആൻസർ കറക്റ്റ് അല്ലേ കിട്ടുന്നത്? Okay. 1 lakh വെക്കാം. ഓക്കെ, ജസ്റ്റ് എന്താണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളതും ഇനി മനസ്സിലാക്കേണ്ട ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, എന്താണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്താണെന്നുള്ളത്, ഇതിലൊക്കെ റിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ആ ഒരു കണക്ഷൻ കിട്ടാത്ത ഒരു പ്രോബ്ലം ആണ്. അത് വരും ക്വസ്റ്റ്യന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇന്നത്തെ ഓരോ കാര്യങ്ങളും ബേസിക്സ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പഠിച്ചാൽ നിനക്ക് പ്രോപ്പറായിട്ട് നെക്സ്റ്റ് ക്ലാസ് നല്ല രീതിയിൽ CMA USA സെക്ഷൻ C അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കിട്ടാത്തത് കൊണ്ടുള്ള ടെൻഷന് കാര്യങ്ങൾ വേണ്ട, സിമ്പിൾ ആണ്. ചില സബ്ജക്റ്റ് നമുക്ക് പെട്ടെന്ന് ആ ഒരു ട്രാക്കിലോട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോ അത് പ്രോപ്പറായിട്ട് നമ്മൾ അതിൽ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി നോർമലി ബാക്കിയുള്ള സെക്ഷൻസ്, ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷൻ കുറച്ച് കൂടുതൽ മനസ്സിലാവാത്ത പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി സെക്ഷൻസിൽ കൊടുക്കുന്നതിലേറെ കൂടുതൽ ടൈം ഇതിന് കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. CVP എന്താന്നുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. CVPയിൽ ബ്രേക്ക് ഇവൻ യൂണിറ്റ്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത് എന്നുള്ളത്, ബ്രേക്ക് ഇവൻ റവന്യൂ എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നുള്ള ചെറിയൊരു ഭാഗം പറഞ്ഞിട്ടുള്ളൂ. ഇനി ബ്രേക്ക് ഇവൻ റവന്യൂവിന്റെ തന്നെ ഇപ്പൊ BEP യൂണിറ്റ്സ് തന്നതുപോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇക്വേഷൻ രൂപത്തിലും നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ക്ലാസ് ഡൗട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് കാൽക്കുലേഷൻ കുറച്ച് സ്ലോ ആയിട്ടാണ് മനസ്സിലാവുക, പക്ഷെ ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് ഫ്ലോയിൽ വന്നു. ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലേ നമ്മളൊക്കെ പെർഫെക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ചിലർക്ക് തിയറി ഭയങ്കര ഈസി ആയിരിക്കും, ചിലർക്ക് പ്രോബ്ലം ഭയങ്കര ഈസി ആയിരിക്കും, ഡിപ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ കാൽക്കുലേഷൻസിൽ കുറച്ച് ഇപ്പോൾ ഇയാൾ കാൽക്കുലേഷൻസിൽ കുറച്ച് ഒരു ബാക്കൗട്ട് ആണ് എന്ന് ഇയാൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് കുറച്ചും കൂടി അതിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുക, മേക്കപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ പെർഫെക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് എന്താണോ നമ്മുടെ അടുത്ത് ഫാൾട്ട് ആയിട്ട് വരുന്ന കാര്യം, നമ്മളെ നെഗറ്റീവ് പോയിന്റ് എവിടെയാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ കൂടുതൽ വർക്ക് ചെയ്തിട്ട് അതിന് നമുക്ക് വേണ്ട രൂപത്തിൽ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അല്ലാതെ വേറെ ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ, നമ്മൾ സെക്ഷൻ C തുടങ്ങുന്നേ ഉള്ളൂ, ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇയാൾക്ക് ആ ട്രാക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല, അതിന് ഭയങ്കര ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഈസി ആയിട്ട് കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് പോവാം. ഓക്കെ, ശരി. താങ്ക് യു. ഓക്കെ, ഓൾവേസ് വെൽക്കം.